ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ ഇത് നെഹമ്യാവിനെക്കുറിച്ച് മാത്രം എന്ന നിലയിലല്ല, ഇത് എന്നെക്കുറിച്ചും കൂടെയാണ് എഴുതിയിരിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അത് ഒരു വ്യക്തി എങ്ങനെ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തിയത്. എന്നാൽ നെഹമ്യായുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിഗത ആത്മീയതയ്ക്കപ്പുറത്ത് സഭയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയത എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ, സഭയെ ദൈവിക പാതയിൽ കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ആ നിലയിൽ കൊണ്ടുപോകുന്നതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകൾ ഉണ്ടാക്കേണ്ടതായ ഒരു വേദഭാഗമാണ്. ഒരു സുഖമുള്ള ഒരു പ്രസംഗം കേൾക്കാനിരിക്കുന്ന ഒരു മനസ്സോടുകൂടെ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കരുത്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവമായ അല്ലെങ്കിൽ പൗരസ്ത്യ റിലീജിയൻസ് എല്ലാം വ്യക്തിഗത ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ മാക്സിമം ഞാൻ തപസ് ചെയ്ത് ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നു. പിന്നെ അതുകൂടി ആത്മീയം കൂടി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സ്വർഗത്തിലോട്ട് പോകുന്നു. ഞാൻ സ്വർഗത്തിൽ പോയി അവിടെ ദൈവത്തിൻ്റെ കൂടെ അലിഞ്ഞു ചേരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ പൗരസ്ത്യ ആത്മീയത. പക്ഷേ വേദോത്സവ വിഭാവന ചെയ്യുന്ന അങ്ങനെയല്ല. വേദോത്സവ വിഭാവന ചെയ്യുന്ന എന്താണ്? ഞാൻ, ദൈവം, എൻ്റെ സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം. അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു നിലയിൽ വേണം നമ്മൾ ആത്മീയതയെ കാണാനായിട്ട്. നെഹമ്യാ വളരെ നല്ല ജീവിത സാഹചര്യത്തിലായിരുന്നിട്ടും, അവൻ്റെ ആത്മീയതയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും, അവന് നല്ലൊരു ജോലി, ദൈവത്തിൻ്റെ രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, രാജാവിൻ്റെ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള ഒരു ജോലി അവനുണ്ടായിരുന്നിട്ടും, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ അതിനേക്കാളെല്ലാം അവൻ്റെ മനസ്സിനെ മതിച്ചത് എന്താണ്? യെരൂശലേമിൽ എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം അതെങ്ങനെ ആയിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള വലിയ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ്റെ പിതാവിനും അതേ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്നത് എന്താണ്? ഹഗല്യാവ്. ഹഗല്യാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് യഹോവയുടെ നാമം മാത്രമായിരുന്നു. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള വലിയ അഭിവാഞ്ച നമ്മുടെ കണ്ണുകളെ കത്തിക്കുന്ന നിലയിൽ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന അത് മാത്രം അല്ലേ? അങ്ങനെ ഒരു സ്റ്റേജിൽ, അങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരു ഹഗല്യാവിൻ്റെ മകനാണ്. അങ്ങനെ ഒരു മകൻ വാസ്തവത്തിൽ നെഹമ്യാ നെഹമ്യാ ഇങ്ങനെയുള്ള ഒരാൾക്കേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഈ തലമുറയ്ക്കുണ്ടായ പ്രധാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്കുള്ള പ്രധാന പ്രശ്നം, നമ്മുടെ കണ്ണുകളിൽ കത്തി നിന്നത് യഹോവയല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളിൽ കത്തി നിന്നത് യഹോവയായിരുന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ ദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ അടുത്ത തലമുറ തീർച്ചയായിട്ടും ഇത്രയ്ക്കും മോശമായി പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ശരിക്കും കുറ്റവാളികൾ നമ്മളാണ്. എന്നാൽ നെഹമ്യാ അവൻ്റെ പിതാവ് അവന് പകർന്നു കൊടുത്തതായ ആത്മീയതയുടെ ആ പൊരുൾ തിരിച്ചറിഞ്ഞിട്ട്, ഹനാനിയും അവൻ്റെ കൂട്ടുകാരും, അല്ലെങ്കിൽ ഹനാനി അവൻ്റെ കസിനാണ്, സഹോദരൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഓൺ സഹോദരനായിരിക്കണം നിർബന്ധമില്ല, എന്നാൽ മേ ബി ഒരു പക്ഷേ. എന്നാൽ ഈ യെരൂശലേമിലേക്ക് അല്ലെങ്കിൽ ഈ ബാബിലോണിൽ നിന്ന് യെരൂശലേമിലേക്ക് ഇവൻ പോയി മടങ്ങി വന്നപ്പോൾ യെരൂശലേമിൽ നിന്നുള്ള കുറച്ച് ആളുകളോട് ഇവൻ്റെ കൂടെ വന്നു. ഇവൻ ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത് അവിടെ? എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മൾ പലപ്പോഴും മിഷൻ ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെന്തോ പിള്ളേരോട് ചോദിക്കുന്നത്? നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലും ബീഹാറിലോ ഒറീസയിലോ ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന ഉടനെ നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും? മോനെ അവിടെ സുഖമായിരുന്നോടാ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ, നല്ല വെള്ളമൊക്കെ കുടിച്ചോ, നീ മോശം വെള്ളം വല്ലതും പോയി കുടിച്ചോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. കാര്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് വലുത്, നമ്മുടെ മനസ്സിൽ നമ്മുടെ സഹോദരങ്ങളാണ് വലുത്, നമ്മുടെ മനസ്സിൽ നമ്മുടെ സുഖങ്ങളാണ് വലുത്. എന്നാൽ നെഹമ്യാ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? അവിടെ നെഹമ്യാ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്. എന്ത്? അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ, ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അവനോട് അവർ പറയുന്നതായ മറുപടി ദൈവസഭയ്ക്ക് ഇന്നത്തെ നിലയിൽ, ഇന്നത്തെ അവസ്ഥയുമായിട്ട് ചേർന്ന് പോകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കാനായിട്ട് പറ്റുന്ന ഒരു മറുപടിയാണ് അവിടെ കിട്ടുന്നത്. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്,
ആ ജനം മഹാകഷ്ടത്തിലായിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ അവർ അപമാനത്തിലായിരിക്കുകയാണ്. 3, യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. 4, വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുകയാണ്. ഇതൊരു പഴയ കഥയായിട്ട് നമ്മൾ കഥ കേൾക്കുന്ന ഒരു സുഖത്തോടുകൂടെ പറഞ്ഞിട്ടോ വായിച്ചിട്ടോ കാര്യമില്ല. ഇത് ഇന്നത്തെ സഭയുടെ അവസ്ഥയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നത്തെ സഭയെ നോക്കിയാലും ഇന്നത്തെ സഭ ഇതുപോലെ തന്നെ മഹാകഷ്ടത്തിലാണ്, അപമാനത്തിലാണ്. സഭയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, സഭയുടെ വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുകയാണ്. ഇതാണ് ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ സമ്മതിക്കത്തില്ല. സഭ ഇന്ന് മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കും? നമ്മൾ പറയുന്നത് സഭ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുന്നത്. എല്ലായിടുന്നോ കഷ്ടമൊക്കെ ബ്രദറെ, പണ്ടത്തെ സഭയ്ക്കൊക്കെ ഭയങ്കര കഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ എന്താണ്? ദൈവം നമ്മളെ ആ സ്ഥിതിയെല്ലാം മാറ്റിയില്ലേ? നമ്മൾ എത്ര നന്നായിരിക്കുന്നു ഇല്ലേ? പണ്ടത്തെ പോലെ വല്ലതും ആണോ? നമ്മുടെ സഭ ഇപ്പോൾ വളരെ സമൃദ്ധമായിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സഭ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചിന്ത. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് കഴിയുന്ന ആർഭാടങ്ങളെല്ലാം ഉണ്ട്. സഭയ്ക്കിന്ന് നല്ല കെട്ടിടങ്ങളുണ്ട്, സഭയ്ക്കിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, സഭയ്ക്കിന്ന് ആവശ്യമുള്ള പണമുണ്ട്, സഭയ്ക്കിന്ന് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മളെന്ത് പറയുന്നു? സഭ മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടനെ സമ്മതിക്കുമോ? ഇല്ല. നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഈ സഭ മഹാകഷ്ടത്തിലാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആർഭാടങ്ങൾ കണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മാറ്റാൻ പാടില്ല. ഈ ആർഭാടങ്ങൾ ആര് തന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഈ ആർഭാടങ്ങൾക്കുള്ള കഴിവുണ്ടായി? ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇയ്യോബിനെ പരീക്ഷിച്ച സാത്താൻ 1950കളിൽ ദൈവത്തിൻ്റെ അടുത്ത് പിന്നെ നിന്ന കൂട്ടത്തിൽ ദൈവം ഈ സാത്താനോട് ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരികയാടാ? ഭൂമിയിലെല്ലാം നടന്നേച്ച് വരികയല്ലയോ? നീ ആ സെൻട്രൽ ട്രാവൻകൂറിൽ കൂടെ ഒക്കെ നടന്നോ? ആ ചെങ്ങന്നൂർ, കോഴഞ്ചേരി, കുമ്പനാട്, പിന്നെ കോട്ടയം, അതിലെ കൂടെ ഒക്കെ നടന്നോ? എന്നോട് പോയി, എല്ലായിടത്തും പോയി, എല്ലാം കണ്ടു. എടാ, അവിടുത്തെ പെന്തിക്കോസുകാരെ കണ്ടോ? അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരെന്നെ എന്തുമാത്രം എൻ്റെ പിന്നാലെ എന്നൊരു മാറത്തില്ല. എന്തോ വന്നാലും അവരെന്നെ വിട്ട് പിന്മാറത്തില്ല. എന്നാ സാത്താൻ പറഞ്ഞു. സാത്താൻ ഇയ്യോബിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അത് നീ അവന് എല്ലാം കൊടുത്തിരിക്കുക, പിന്നെ അവൻ നിന്റെ പിന്നാലെ വരുന്നതിനകത്ത് തന്നെ അത്ഭുതം. പക്ഷെ ഇവിടെ സാത്താൻ പറഞ്ഞാലെന്നറിയാം? ഇവിടെ സാത്താൻ നേരെ തിരിച്ചാ പറഞ്ഞ്, അതിപ്പോ പിന്നെ നിന്റെ പിന്നാലെ വരാതെ അവരെന്തോ എടുക്കാൻ? അവർക്ക് വേറെ എന്തോ ഉണ്ട്. അവർക്ക് പൈസ ഇല്ല, അവർക്ക് സ്വാധീനമില്ല, അവർക്ക് പോലീസിൽ പിടിപാടില്ല, അവർക്ക് കെട്ടിടങ്ങളില്ല, അവർക്ക് നല്ല സഭകളില്ല, അവർക്കൊന്നുമില്ല. പിന്നെ എന്തോ വന്നാലും നിന്റെ അടുത്തല്ലാതെ പിന്നെ എവിടെ പോകാനാ? അതുകൊണ്ടാ അവരെല്ലാം നിന്റെ പിന്നാലെ വരുന്നതെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, അവര് ആത്മാർത്ഥതയോടെ എൻ്റെ പിന്നാലെ, എന്തിനും അവരെന്നെ ആശ്രയിക്കുന്നത്. പിന്നെ സാത്താൻ പറഞ്ഞു, അത് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ആശ്രയിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, ഇതൊരു ഭാവനയാണ്. അതിന് സംശയമുണ്ട്, ഒരു കാര്യം ചെയ്യുക, നീ അവർക്കെല്ലാം അങ്ങ് കൊടുത്തു നോക്ക്. നീ അവർക്ക് എന്തോ കൊടുത്താലും അവരെൻ്റെ പിന്നാലെ തന്നെ കാണും, അവരെന്നെ ആശ്രയിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ സാത്താൻ വന്ന് നമുക്കിഷ്ടം പോലെ പൈസ തന്നു, നമുക്കിഷ്ടം പോലെ കെട്ടിടങ്ങൾ തന്നു, നമുക്ക് നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ നല്ല എല്ലാ കാര്യങ്ങളും സാത്താൻ നമുക്ക് തരാത്തത് എന്തുവാ? എല്ലാം തന്നു. എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ കാര്യത്തിൽ ദൈവം വിജയിച്ചെങ്കിലും നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് അത്രയും വിജയിക്കാൻ പറ്റിയില്ല. കാര്യം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കിട്ടിയതിനകത്ത് ആശ്രയിക്കാൻ തുടങ്ങി, ഇല്ലേ? പണ്ട് കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു. ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. മരുന്ന് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ കാശുണ്ടോ? അതുമില്ല, ഇല്ലേ? അത് തന്നെയല്ല, പണ്ടെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സഹായിക്കണേ. ഇപ്പം നമ്മളെന്തോ പറയും? എടാ, അങ്ങനൊരു പ്രശ്നം ആരെ കണ്ടാലേ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുന്നേ? ഇപ്പം നമ്മളെന്തോ ആലോചിക്കുന്നത്? ഇത് ശരിയാക്കാൻ പറ്റുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളുടെ പിന്നാലെ പോയി അയാളെ ആശ്രയിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും, സഭയിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, പണ്ടൊരു സഭയിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനെ പ്രശ്നം അധികം രൂക്ഷമൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടായാൽ സഹോദരന്മാരെ വാ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇന്ന് പറയും നമ്മളങ്ങനല്ല. എടാ, അയാളെ ഒതുക്കാൻ എന്നാ മാർഗം, ഇല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തെ ആശ്രയിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? ദൈവത്തെ ആശ്രയിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ള നമ്മുടെ ഒരു
ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, സിദക്കിയാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ താഴ്ത്തിയില്ല, ദൈവത്തിൽ അവൻ ആശ്രയിച്ചില്ല. എന്തുകൊണ്ട് ആശ്രയിച്ചില്ല? അവൻ്റെ സെൽഫ് റിലയൻസ് ആണ്. അവനിൽ തന്നെയുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട്. ഇന്ന് പെന്തക്കോസ്ത് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വന്നുകൂടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സഹായം ഇല്ലെങ്കിലും നമുക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയെല്ലാം നമുക്കുണ്ട്. നമുക്ക് പണമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, അല്ലേ? അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? നമ്മൾ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റി നമ്മളിൽ തന്നെ ആക്കിയിരിക്കുന്നു. ദൈവം എന്തിനു വേണ്ടി സഭയെ ഭൂമിയിലാക്കിയോ അക്കാര്യം നിർവഹിക്കപ്പെടുന്നതുമില്ല. ദൈവം എന്ത് കാര്യത്തിന് വേണ്ടി നമ്മളെ ആക്കിയോ അത് നടന്നില്ലെങ്കിൽ നമ്മൾ മഹാകഷ്ടത്തിലാണ്. അതൊരു ദുരന്തമാണ്. നമുക്ക് മറ്റ് ആർഭാടങ്ങളെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ എത്ര ആർഭാടം ഉണ്ടെങ്കിലും എന്തിനു വേണ്ടി ദൈവം സഭയെ ഭൂമിയിലാക്കിയോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ എൻ്റെ കയ്യിലൊരു വാച്ച് കിടക്കുന്നു. ഈ വാച്ച് ഇത് എത്ര കോസ്റ്റ്ലി ആണെന്നുള്ളതല്ല വിഷയം. ഇത് സ്വർണത്തിൻ്റെ വാച്ചാണെങ്കിലും സമയം കാണിക്കുന്നില്ലെങ്കിൽ ഈ വാച്ച് ഒരു ദുരന്തമാണ്. കാര്യം വാച്ച് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? സമയം കാണിക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ ദൈവം സഭയെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു? ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ സഭയാക്കി? അത് നിർവഹിക്കാതെ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. നമുക്ക് എത്ര വലിയ കെട്ടിടങ്ങളുണ്ടായാലും, നമുക്ക് എത്ര വലിയ സ്വാധീനമുണ്ടായാലും, നമ്മുടെ മീറ്റിങ്ങിന് എത്ര രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിച്ചാലും, ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ സഭയെ ആക്കിയോ അത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ സഭ ഒരു ദുരന്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്ര വലിപ്പമുള്ള ബിൽഡിങ്ങുകളുണ്ടെന്നും നമ്മുടെ സഭയിൽ എത്ര വലിയ ആളുകൾ വരുന്നുണ്ടെന്നും ഒക്കെയാ, അല്ലേ? വലിയ വലിയ ആൾക്കാർ ഞങ്ങളുടെ സഭയിൽ എല്ലാവരും പറയുന്നതൊന്നുമല്ല. ഞങ്ങളുടെ സഭയിൽ ഇന്നാരും വരുന്നതെന്നാണ് പറയുന്നത്. ആരെങ്കിലും വന്നോട്ടെ. കൊല്ലത്ത് ഒരു ചർച്ചിൽ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഞങ്ങളുടെ സഭയിലേക്ക് IPS ഓഫീസേഴ്സിനെ അയക്കണമേ, കർത്താവെ ഞങ്ങളുടെ സഭയിലേക്ക് IAS ഓഫീസേഴ്സിനെ അയക്കണമേ, കർത്താവെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ചീഫ് സെക്രട്ടറിമാരെ അയക്കണമേ. പാസ്റ്റർ ഒരു ദിവസം പറഞ്ഞു, അമ്മച്ചി ആര് വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ വന്ന് പുറകെ ഇരുന്നോണം. സഭയിൽ ആര് വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പം ചീഫ് സെക്രട്ടറി വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാലും അയാൾ ആരാ? ഇവിടെ ഒരു പാപിയായ മനുഷ്യൻ പുറകെ വന്നിരിക്കുന്നു, അല്ലാതെ എന്താ? ഇല്ലേ? അതിൽ കൂടുതൽ കാര്യമൊന്നുമില്ല. അയാൾക്ക് ദൈവസന്നിധി പ്രവേശിക്കണമെങ്കിൽ സഭയിൽ ചിലപ്പം പ്രവേശിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ദൈവസന്നിധി പ്രവേശിക്കണമെങ്കിൽ അയാൾ പാപമോചനം പ്രാപിച്ചേ പറ്റൂ. ഞങ്ങളുടെ ചർച്ചിൽ IPSലെ ഒരു പ്രധാനപ്പെട്ട പാസ്റ്റർ വന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇരുന്ന സഭയിലെ സഭാ ഹോള് പൊളിച്ചു പണിതപ്പോഴത്തേക്ക് വലിയ ഷട്ടറിട്ട വലിയൊരു വാതില തുറന്ന്, എന്നിട്ട് അദ്ദേഹം തന്നെ പറയാ, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ വരാം, ആർക്ക് വേണമെങ്കിൽ പോകാം. അപ്പം നമ്മൾ പുതിയ ഹോള് പണിതപ്പോഴത്തേക്ക് എന്തായി? ആർക്ക് വേണേ വരാം, ആർക്ക് വേണേ പോകാം. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വാതിൽ അങ്ങനെ വീതിയുള്ള വാതിലൊന്നുമല്ല. ആ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതും അതിലേക്ക് കടക്കുന്നവർ ചുരുക്കവുമാണ്. അപ്പോൾ വാതിൽ നമ്മൾ വിശാലമാക്കി ഇട്ടിട്ട് ആർക്കും വരാം ആർക്കും പോകാം എന്ന നിലയിലാക്കി ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ സഭ കഷ്ടമെല്ലാം മാറി, നമ്മളിപ്പം ഭയങ്കര ആളാണെന്ന് പറയുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു എന്ന് പറയുന്നു, അല്ലേ? പക്ഷെ ആൾക്കൂട്ടം കണ്ട് അത് ആത്മീയമാണെന്ന് ആൾക്കാർ ചിന്തിക്കരുത്. ദൈവം എന്തിനു വേണ്ടി സഭയെ ഭൂമിയിലേക്കാക്കിയോ അത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മഹാകഷ്ടത്തിലാണ്. എന്താ സഭയെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം? വ്യക്തിയെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ച് വേദോസ്തത്തിൽ പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയായിട്ട് ഭൂമിയിൽ ജീവിക്കണമെന്നാണ്. ഐ എം എൻ അംബാസിഡർ ഫോർ ക്രൈസ്റ്റ്, അല്ലേ? ഞാൻ കർത്താവിൻ്റെ ഒരു സ്ഥാനാപതിയാണ്. യേശു ക്രിസ്തുവിന് എന്തോ ചെയ്യാൻ, ഇവിടെ ഭൂമിയിൽ എന്തോ ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. ഒരു അംബാസിഡർ എന്താണ്? ഒരു രാജ്യത്തിന്, ഒരു സ്ഥലത്ത് ഒരു വക്താവ്, ഒരു സ്പോക്സ്മാൻ വേണം. അതിനുവേണ്ടിയാണ് ഒരു അംബാസിഡറെ ഒരു രാജ്യത്ത് നമ്മളാക്കുന്നത്. എന്നതുപോലെ യേശുവിന് ഈ കോട്ടയം പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ എൻ്റെ പ്രവർത്തന മണ്ഡലം ഏതാണോ അവിടെ, നിങ്ങളുടെ ഓഫീസ് എങ്കിൽ ഓഫീസ്, അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ പ്രതിനിധീകരിച്ച് കർത്താവിന് പകരം അവിടെ നിൽക്കാൻ വേണ്ടിയാണ്. എന്നാൽ സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് എന്നതുപോലെയാണ്.
ഞാനൊരു അംബാസിഡർ ആണെങ്കിൽ എൻ്റെ സഭ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം. ഒരു കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ തനി പതിപ്പാണ് അവിടെ. ഇന്ത്യയിലെ ജർമ്മൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ ഒരു സിസ്റ്റവും അല്ല നടക്കുന്നത്. ജർമ്മനിയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ ജർമ്മൻ സിസ്റ്റം അവിടെ നടക്കുന്നത്. അമേരിക്കയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ അമേരിക്കൻ സിസ്റ്റം അവിടെ നടക്കുന്നത്. ഇന്ത്യയിലാണ് അമേരിക്കൻ കോൺസുലേറ്റ് ഇരിക്കുന്നെങ്കിലും ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ പോകുന്നത്. അത് നിയന്ത്രിക്കുന്നതും അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നതും അമേരിക്കൻ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ്റാണ്. എന്നതുപോലെ ദൈവം ഭൂമിയിലേക്ക് സഭയെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട്. സ്വർഗം എങ്ങനെയാണോ അതേപോലെ സ്വർഗത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതായത് സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ ആയിരിക്കണം. എൻ്റെ സഭയിലേക്ക് വന്നാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ, ഞാനൊരു അമേരിക്കൻ കോൺസുലേറ്റിൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ സിസ്റ്റം. ഞാൻ അമേരിക്കൻ കോൺസുലേറ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ സിസ്റ്റമാണ് അതിൽ അമേരിക്കയുടെ ഒരു ചെറിയ പതിപ്പാണ് ഞാനിവിടെ കാണുന്നത്, ഒരു മിനിയേച്ചർ. എന്നതുപോലെ ഏതെങ്കിലും ഒരാൾ ഈ സഭയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർ കാണേണ്ട കാഴ്ച എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഓടുന്നത് കാണണം. അത് നടക്കുന്നില്ലെങ്കിൽ എന്താണ്? സഭ മഹാകഷ്ടത്തിലാണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ശരി. അപ്പൊ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, സഭ രക്ഷപ്പെട്ടോ അതോ കഷ്ടത്തിലാണോ ഇല്ലയോ എന്നുള്ളത്. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ജോൺ സ്റ്റോട്ട് പറഞ്ഞത്, ലോകം എല്ലാം പരീക്ഷിച്ച് അത് പരാജയപ്പെട്ടു പോയി. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം പഴയ മോണോക്രസി തൊട്ട് അല്ലെങ്കിൽ രാജഭരണം തൊട്ട് ഓട്ടോക്രസി വരെയുള്ള എല്ലാ കാര്യങ്ങളും ലോകം പരീക്ഷിച്ചു നോക്കി. എല്ലാ എക്കണോമിക് സിസ്റ്റംസും പരീക്ഷിച്ചു നോക്കി. ഫ്യൂഡലിസം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട്, പ്രീ കമ്മ്യൂണിസം തൊട്ട് ഫ്യൂഡലിസം തൊട്ട് അതിനുശേഷം സോഷ്യലിസം തൊട്ട് കമ്മ്യൂണിസം തൊട്ട് മിക്സഡ് എക്കോണമി വരെയുള്ള സകല എക്കണോമിക് സിസ്റ്റവും നമ്മൾ പരീക്ഷിച്ചു നോക്കി. എല്ലാ ആളുകൾക്കും നമ്മൾ ചാൻസ് കൊടുത്തു നോക്കി. പക്ഷേ ലോകമാകപ്പാടെ വല്ലാത്ത ഒരു സ്റ്റേജിലാണ്. ലോകത്തിന് ഒരിക്കലും ലോകത്തിലുള്ള പ്രതീക്ഷയില്ല. ലോകത്തിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു പോയി. 19th സെഞ്ച്വറിയിലും 20th സെഞ്ച്വറിയിലും ഒക്കെ വാസ്തവത്തിൽ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത സയൻസ് വന്നിട്ട് എല്ലാം അങ്ങ് ശരിയാക്കുമെന്നായിരുന്നു. പക്ഷേ 20th സെഞ്ച്വറി അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യമായപ്പോഴത്തേക്ക് സയൻസ് എന്ത് ശരിയാക്കുമെന്നല്ല, ഇത് എല്ലാം കൂടെ എന്നായി സയൻസ് നശിപ്പിക്കുന്നെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പേടി. സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വാസ്തവത്തിൽ നമുക്കൊരാശ്വാസമല്ല, ഭീതിയാണ് നൽകുന്നത്. അങ്ങനെ ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും ലോകത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജോൺസൺ പറഞ്ഞത്, ഇനിയിപ്പോൾ പരീക്ഷിച്ച് നോക്കാനായിട്ട് ലോകത്തിന് പോലും ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അത് സഭയാണ്. അതുകൊണ്ട് ലോകം പ്രത്യാശയോടുകൂടെ ഒരു കൗണ്ടർ കൾച്ചറിന് വേണ്ടി നോക്കുന്നത് സഭയാണ്. ഇനി ഇവർക്കിത് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ലോകത്തിൻ്റെ ചോദ്യം. പക്ഷേ ഇന്ന് നിർഭാഗ്യകരമെന്നേ പറയണ്ടു, സഭയിലേക്ക് ലോകം നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് പിടിച്ചതുപോലെ ഉള്ളൂ. ലോകത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. സഭയിലേക്ക് പ്രത്യാശയോടെ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ മോഡലിനെ കാണാനാണ് നോക്കുന്നത് എന്ന് വെച്ച് ഒരു തുണിക്കട കയറുകയാണെന്ന് വെച്ചോ. പക്ഷേ മോഡലിൻ്റെ ഇപ്പുറത്ത് ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ എന്തിരിക്കും? നമ്മളെ തന്നെയല്ലേ കാണുന്നത്. എന്നതുപോലെ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പ്രത്യാശയോടുകൂടെ സഭയിലേക്ക് കടന്നു വന്നാൽ സ്വർഗത്തിൻ്റെ പതിപ്പ് കാണേണ്ടതിന് പകരം ലോകത്തിൻ്റെ ഒരു പതിപ്പെന്ന് തന്നെയല്ല, ലോകത്തിൽ അവൻ കണ്ടിട്ടുള്ള എല്ലാ സിസ്റ്റത്തെക്കാളും മോശമായ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇന്ന് സഭ പോയിരിക്കുന്നത്. ലോകത്തിൽ നടക്കാത്ത കാര്യമാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ലോകത്തിൽ പോലും നടക്കാത്തത്ര നികൃഷ്ടമായ കാര്യങ്ങൾ സഭയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭ മഹാകഷ്ടത്തിലാണെന്ന് പറയുന്നതിനകത്ത് എന്താ അത്ഭുതം? അല്ലെങ്കിൽ അതിനകത്ത് എന്താ സംശയം? പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സഭ മഹാകഷ്ടത്തിലാണ്. രണ്ടാമത് പറയുന്നത് സഭ അപമാനത്തിലാണെന്നാണ്. ഒന്ന്, മഹാകഷ്ടത്തിലാണ്. എന്തുകൊണ്ട് മഹാകഷ്ടത്തിലാണ്? ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ സഭയെ, അല്ലെങ്കിൽ ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഭയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ്. സഭ എങ്ങനെ ആയിരിക്കണം? സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം, ഒരു ചെറിയ പതിപ്പായിരിക്കണം. അത് നടക്കാത്തത് കൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ്. രണ്ട്, സഭ അപമാനത്തിലാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് സഭയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷകർ, അപ്പോസ്തോലന്മാർ, അവരൊക്കെ മഹാകഷ്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപമാനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്.
പൗലോസ് ഒന്ന് തെസ്സലോനിക്ക 2:2 ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുകയാണ്. അവിടെ വി വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി ഇൻ തെസ്സലോനിക്കയിൽ, അല്ലെങ്കിൽ വി വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും സഹിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുന്നതാണ്. എന്താ അപമാനം എന്ന് സഹിക്കുന്നത്? അത് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടുപ്പിച്ച് അവരെ കാരാഗ്രഹത്തിലാക്കിയ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇവർ ട്രീറ്റഡ് ഷെയിംഫുള്ളി, പരിഹസിക്കപ്പെട്ടവരായി, തുപ്പലേറ്റവരായി. നമ്മുടെ പിതാക്കന്മാരൊക്കെ വാസ്തവത്തിൽ ഒത്തിരി അപമാനിക്കപ്പെട്ടവരാണ്. വഴിയിലിറങ്ങുമ്പോൾ ആളുകൾ അവരെ അപമാനിച്ചു, അവരെ കളിയാക്കി, അവരെ തുപ്പി, അല്ലെങ്കിൽ അവരെ ഏത് കാര്യത്തിലും അവരെ അപമാനിച്ചു. അങ്ങനെ അപമാനിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെയും നമ്മുടെ പിതാക്കന്മാർ സഭ പണിതത്. പക്ഷെ ഇന്ന് നമ്മുടെ അപമാനം എന്താണ്? ഇന്ന് നമ്മുടെ അപമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനമല്ല. പീഡനത്തിലുമുപരി കേരള സഭയുടെ അപമാനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നോ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സഭ പറയുന്നത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അപമാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയാൽ, അങ്ങനെയൊന്നും ഇപ്പം അധികം ആൾക്കാരൊന്നും പോകുന്നില്ല, പറഞ്ഞാൽ തന്നെ ആളുകൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാ, വെറുതെ പറയുന്നതാണ്, അതൊന്നും അല്ല ശരി എന്നൊക്കെ പറയുന്ന ആളുകളുടെ നമ്പർ ചുരുക്കമാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത്, മോനെ നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ ഈ പറയുന്ന നീ തന്നെ ഇതൊന്ന് ജീവിച്ച് കാണിക്കും, അല്ലെങ്കിൽ നിന്റെ സഭയിലുള്ളവരെ ഒന്ന് എനിക്കറിയാമല്ലോ, ഇന്നാരെ എനിക്കറിയാം അല്ലേ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപമാനിതരായി സുവിശേഷം പറയാനുള്ള നമ്മുടെ സാഹചര്യം പോലും നഷ്ടപ്പെട്ടവരായി മടങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജ്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അവിടെ പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം, ആര് നിമിത്തമാണ്? യഹൂദന്മാരോട് പറയാണ്, അല്ലെങ്കിൽ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നു എങ്കിൽ. ഇതെല്ലാം നമ്മളെക്കുറിച്ച് ഇന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ പറയുന്നു, യെസ് ഞങ്ങൾ പെന്തിക്കോസ് ഉപദേശം അല്ലെങ്കിൽ കർത്താവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുക, ഞങ്ങൾ വേദപുസ്തകം ബ്രദറെ, ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു, ഞങ്ങൾ പാരമ്പര്യം ഒന്നും പിന്തുടരുന്ന ആളുകളല്ല, ഞങ്ങളൊക്കെ എന്താണ് വചനമാ ഞങ്ങളുടെ എല്ലാം എന്നൊക്കെ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ദൈവാധീനം കൊണ്ട്, ദൈവകൃപ കൊണ്ട് എന്നൊക്കെയാണ്. ചോദിച്ചാലും ഉടനെ എന്താ പറയുന്നത്? ദൈവകൃപയാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്നേ സംസാരിക്കത്തുള്ളൂ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്നേ പറയത്തുള്ളൂ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവനാണ്. അവൻ്റെ ക്ലാസ്മേറ്റ് ഒരു പെന്തിക്കോസുകാരൻ ചെറുക്കനാണ്, ഇവനും പെന്തിക്കോസ് തന്നെ. അപ്പം ഇവൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യും, എല്ലാ രീതിയിലുള്ള തോന്നിവാസങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിൽ അമ്മ മസ്കറ്റിൽ നിന്ന് വിളിക്കുമ്പം അമ്മയുടെ ഫോൺ നമ്പർ കാണുമ്പോഴേ കയ്യിൽ സിഗരറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ ഇവൻ പറയുന്നത് മമ്മി പ്രൈസ് ലോർഡ് മമ്മി. അപ്പം മമ്മി എല്ലാവരോടും പറയുന്നതെന്നറിയാമോ? എൻ്റെ മോൻ അവൻ കോളേജിൽ പഠിക്കുകയാണെങ്കിലും എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെങ്കിലും എന്താണ്, അവൻ ഫോൺ എടുത്താൽ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടേ പറയത്തുള്ളൂ. ആ ചെറുക്കൻ പിന്നെ പ്രൈസ് ലോർഡ് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ പ്രൈസ് ലോർഡ് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നീ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. നമ്മളെ പറയുന്നത് ബ്രദറെ, അവർക്കൊക്കെ സത്യം അറിയാൻ വയ്യാതെ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ, നമുക്കെല്ലാം ദൈവം സത്യം വെളിപ്പെടുത്തി തന്നിട്ടുള്ളോ? നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അത് ചെയ്യാതെ ഇത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി സംഭവിക്കുന്നത് അറിയാമോ? അത് സഭയ്ക്ക് അപമാനമായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രസക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. ഉപദേശിക്കുന്നവര് ഇത് പറയുന്നത് തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? പൗലോസ് ചോദിക്കുകയാണ്, എടാ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നീ ഒന്ന് വായിച്ചു നോക്ക്.
ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒരു പ്രസംഗം, നമ്മുടെ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ച് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന അവർ മനസ്സിലാക്കിയില്ല. ഒരാൾ പറയാണ്, അയ്യോ എനിക്കിങ്ങനെ അറിയാം, ഈ പറഞ്ഞ അതേ കാര്യം ഇങ്ങേരോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ, ഉപയോഗിച്ച അതേ വാക്ക്, ഞാൻ ഒരു എഡിറ്റ് ചെയ്യാതെ പറഞ്ഞ വാക്കാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ. അതായത് ഇന്നത്തെ ഒരു പ്രശ്നം, എന്ത് ഞാൻ ചെയ്യുന്നില്ലയോ അത് ചെയ്യാനായിട്ട് ആളുകളെ ഉപദേശിക്കുന്നതിന് മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. കായംകുളം കൊച്ചുണ്ണിയെ പ്രസംഗിക്കാൻ വിളിച്ചാലും അയാൾ ആദ്യം പറയുന്നത്, പ്രിയമുള്ളവരെ മോഷ്ടിക്കരുത്, മോഷ്ടിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്നായിരിക്കും പറയുന്ന. ആരാ? കായംകുളം കൊച്ചുണ്ണി മോഷ്ടിക്കരുതെന്ന് പറയുന്നത് പോലെയാ ഇന്ന് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ സഭ അപമാനിതരായി തീർന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ഷേഫറിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. ദൈവം പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നത് വേറെ കാര്യം. ഒരു പക്ഷേ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. പക്ഷേ ലോകം സഭയിൽ നിന്ന് യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ റിയൽ ആയിരിക്കണമെന്ന്, സഭ റിയൽ ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശു ജീവിക്കുന്നത് പോലെ സഭയിലുള്ള മുഴുവൻ പേരും ജീവിക്കുന്നില്ലായിരിക്കാം. കർത്താവിൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ. എന്നാൽ യേശു ജീവിക്കുന്നത് പോലെ അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള 100% ആളുകൾ യേശു ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഭയിൽ വരത്തില്ല എന്നല്ല ഇന്ന് ആളുകൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങളോട് ഒരു ആത്മാർത്ഥത, ഒരു ഒരു ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യഗ്രത. എപ്പോഴും ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാം. ദൈവവും മനുഷ്യനും നോക്കുന്നത് ഇൻറ്റഗ്രിറ്റിയുള്ള ആളുകളെയാണ്, പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയാൻ അല്പം ഒരു താമസമെടുക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരിക്കൽ ഒരു സ്ത്രീ അയാളുടെ മോനെയും കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു ഇവനെ ഒന്ന് ഉപദേശിക്കണം. എന്തോ ഉപദേശിക്കണം? ഉടനെ പറഞ്ഞ്, ഇവൻ ഈ വല്ലം എന്ന് പറയുന്നത് നമ്മുടെ ചക്കര മുറിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം വീട്ടിൽ ചക്കര വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചക്കര കാണത്തില്ല. അതുകൊണ്ട് ഇവനോടൊന്ന് ഉപദേശിക്കണം. എന്തുവാ? ചക്കര തിന്നരുതെന്ന് ഉപദേശിക്കണം. പിന്നെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഇന്ന് സമയമില്ലാതെ അടുത്ത ആഴ്ച നിങ്ങൾ വാ. അപ്പോൾ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ ചക്കര തിന്നാന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമല്ല, അത് നീ അങ്ങ് നിർത്തണം, നീ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ തള്ള ചോദിച്ചു, ഇത്രയും പറയാൻ വേണ്ടിയാണോ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത്? എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്, അതെ നിങ്ങളിത് പറയുന്ന സമയത്ത് എനിക്കും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാനും ഇടയ്ക്കിടയ്ക്ക് ചക്കര തിന്നുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ പയ്യനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ചുമക്കാത്ത ചുമട് മറ്റൊരാളെ ചുമക്കാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കാനുള്ള അവകാശം നമുക്കില്ല, ഇല്ലേ? എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് ഇന്ന് വാസ്തവത്തിൽ സഭയെ അപമാനിക്കപ്പെടുന്നവരാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. നമ്മൾ പറയുന്നത്, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. സ്വാഭാവികമായി സെക്യുലർ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയില്ല, അവൻ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാണെന്നാണ്. അവനൊരു വാക്ക് പറഞ്ഞാൽ അവൻ അതനുസരിക്കുന്നവൻ, അല്ലെങ്കിൽ അത് അവൻ ചെയ്തിരിക്കും. എന്നാൽ വേദപുസ്തക പ്രകാരവും ദൈവികമായി നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ്. ബിബ്ലിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ചിന്തിക്കുന്നത് പറയുകയും കൂടെ ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഒന്നുപോലെ ആയിരിക്കണം. അല്ലാതെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് വേറെ രീതിയിൽ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, അല്ലേ? എൻ്റെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഞാൻ പുറത്ത് പറയുന്നത്, അതുതന്നെ ആയിരിക്കണം ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സഭ ഒരിക്കലും അപമാനത്തിലാകുന്ന പ്രശ്നമേ ഇല്ല. നമ്മളുടെ പ്രശ്നം, നമ്മളുടെ ക്ലെയിംസ് ഒത്തിരി കൂടുതലാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. അസാധാരണമായ അവകാശവാദങ്ങൾ മുഴക്കുന്ന സാധാരണക്കാരാണ് ക്രിസ്ത്യാനികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ ആളുകളാണ് നീന്തിക്കും. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഈ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇന്ന് സഭയ്ക്കുള്ള ഏറ്റവും വലിയ അപമാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ
അതിൻ്റെ 28-ാം വാക്യം, റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അകമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം പെന്തിക്കോസ്തലാകാൻ, ഉള്ളിൽ നിന്ന് വേണം, അല്ലാതെ ചുമ്മാ പുറമേ ഞാൻ പെന്തിക്കോസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ പുറമേ പറയുന്നതിന്, നമ്മൾ എന്ത് കാണിച്ചാലും പുറമേ പറയുന്നതിന് ഒരു മടിയില്ല പെന്തിക്കോസുകാരനാണെന്ന്. ഇപ്പം ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് 32 വർഷം മുമ്പ് ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് എൻ്റെ കൂടെ പെന്തിക്കോസുകാരെ ആരെ ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ നോൺ കാത്തലിക്സിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. ആ പ്രെയർ ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പയ്യനെ കൊണ്ടുവരണം. എൻ്റെ കൂടെ ഉള്ള എൻ്റെ ക്ലാസ്സിലുള്ള, എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു പയ്യനെ ആ മീറ്റിങ്ങിനൊന്ന് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ഞങ്ങളുടെ ആ ബാച്ചിലും ഞങ്ങളുടെ ആ ഹോസ്റ്റലിലും ഏറ്റവും മോശമായിട്ട് ജീവിച്ചവനാണ്. ഏറ്റവും മോശമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കണക്കും കഴിവില്ല. അത് സ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പോലും വയ്യാത്ത രീതിയിൽ വളരെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവനെ ഈ മീറ്റിങ്ങിനൊന്നും കൊണ്ടുവരണം. 6 മാസം ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവൻ എൻ്റെ അടുത്തിട്ടില്ല. ഉടനെ 6 മാസം കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് വരാത്തത്? അത് എനിക്ക് അവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ നീ കാത്തലിക് അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നീ കത്തോലിക്ക പള്ളി പോകും. നീ നോൺ കാത്തലിക് ആയതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ വിളിക്കുന്നത്. അത് നിങ്ങളവിടെ മർത്തോമാക്കാരും യാക്കോബക്കാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ. അതിനെന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു അതെന്താ? അത് ഞാൻ പെന്തിക്കോസുകാരനാണ്. സത്യമായിട്ട് പറഞ്ഞ കേട്ടു. അവൻ വളരെ അതായത് അവന് ലോകത്തിലെ മുഴുവൻ തോന്നിവാസങ്ങളും കാണിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മർത്തോമാക്കാരൻ്റെ കൂടെ CSIക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് എന്തോ അത്, അതിൻ്റെ കാര്യം ഞാൻ പെന്തിക്കോസുകാരനാ, എന്നെ അതിന് കിട്ടത്തില്ല, ബാക്കി എല്ലാത്തിനും കിട്ടും, എന്തിനു മാത്രം കിട്ടത്തില്ല, CSIക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഐഡന്റിറ്റി എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ഇത് പറയാതിരുന്നായിരുന്നെങ്കിൽ നല്ലതല്ലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്, നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം ഇത് വളരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റാന്നിയിൽ പാർക്ക് ലൈറ്റ് ഇട്ട് സൈഡിൽ കിടന്നിരുന്ന ഒരു വണ്ടിയിൽ ഒരാൾ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചു, പുറകെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് മുന്നേ ഉള്ള ആളോട് ഭയങ്കരമായിട്ട് ചൂടാകുക. വണ്ടി ചാടി ഇറങ്ങി ഭയങ്കര ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പുള്ളി ചോദിച്ചു, എടോ താനിങ്ങനെ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് വിട്ടിരിക്കുകയില്ല, താൻ എൻ്റെ വണ്ടിയെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് താൻ തന്നെ കിടന്ന് ചൂടാകുന്നത്. എടാ എൻ്റെ അടുത്ത് കളിക്കരുത്, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ഇന്ന സഭയിലെ പാസ്റ്ററാണെന്ന് പറഞ്ഞ കാര്യമാണ്, നടന്ന കാര്യമാണ്. ഇതാണ് ഇന്ന് സഭയുടെ അപമാനം. അല്ലാതെ എന്താ സഭയുടെ അപമാനം? കഷ്ടത സഹിക്കുന്നതാണോ? എന്താ സഭയുടെ അപമാനം? പീഡനമാണോ സഭയുടെ അപമാനം? സഭയുടെ അപമാനം റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്നതായ സഭാംഗങ്ങളാണ് ഇന്ന് സഭയുടെ അപമാനം എന്ന് പറയുന്നത്. ശരിയല്ലാത്ത ഒരു ഐഡന്റിറ്റി, അഭിമാനത്തോടുകൂടെ ഐ എം എ ഹീബ്രു എന്ന് എന്താ യോനായോട് ചോദിച്ചു, നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊരു എബ്രായൻ, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെ ഭജിച്ചു വരുന്നു, ഐ ഫിയർ ദ ലോർഡ് ഹു ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ ഇവൻ ഐ ഫിയർ ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ അവകാശം, ഇവനവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ സഭയുടെ അപമാനം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നത് പ്രവർത്തിക്കാത്തതായ നമ്മുടെ ജനങ്ങളാണ്. ഇവിടെ നിന്നാണ് ഒരു യഥാസ്ഥാപനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇന്നത്തെ യെരൂശലേമിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സഭയുടെ പ്രശ്നം ഒന്ന്, നമ്മൾ മഹാകഷ്ടത്തിലാണ്. കാരണം ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ സഭയെ ഭൂമിയിലാക്കിയോ അതിനുവേണ്ടി, അതായത് സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ സഭ പരാജയപ്പെട്ടിരിക്കുന്നു. 2, സഭ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, പറയുന്നത് പ്രവർത്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? യഹൂദനെന്ന് പേർ കൊണ്ടും, അല്ലെങ്കിൽ അവൻ ഹീസ് ബോസ്റ്റിംഗ് ഹിംസെൽഫ് ആസ് എ ജ്യൂ, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഒരു പെന്തിക്കോസുകാരനാണെന്ന് എന്താണ് വലിയ വായിൽ സംസാരിക്കുകയും എന്നാൽ അതിന് യോജിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ. മൂന്നാമത്തെ സഭയുടെ കഷ്ടത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ സഭയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. മതിൽ എന്ന് പറയുന്നത് എപ്പോഴും വേർപാടിനെയാണ് കാണിക്കുന്നത്. വേർപാട് 2 സ്ഥലങ്ങൾ തമ്മിൽ വേർപെടുത്തുന്നതാണ്. നമ്മളിപ്പോൾ എന്താണ്, നമുക്കൊരു കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറൊരാളുടെ വസ്തുവാണ്, ഇത് നമ്മുടെ വസ്തുവാണ് എന്നതുപോലെ ലോകത്തെയും സഭയെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു മതിൽ അത്യന്താപേക്ഷിതമാണ്. എന്താണ് ലോകം, എന്താണ് സഭ, എന്താണ് ദൈവികത, എന്താണ് മാനുഷികത എന്ന് തിരിച്ചറിയാൻ ഇന്ന് പ്രയാസമായി വന്നിരിക്കുക. പ്രയാസമല്ല, ഇന്ന് അറിയത്തില്ല. ഇപ്പൊ ആളുകളോട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ അത് ശരിയുമാകാം തെറ്റുമാകാം, ഇല്ലേ?
നമ്മൾക്കിന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, അച്ഛാ ഈ കാര്യം ശരിയാണോ എന്നിന്ന് ഒരുത്തനെ വന്ന് ചോദിക്കത്തില്ല. ചോദിച്ചാൽ അത് പറഞ്ഞ് അത് തെറ്റാണ്, അത് ദൈവത്തിൻ്റെ വകയല്ല, അത് ദൈവികതയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇന്നാര് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടും കുഴപ്പമില്ലാത്തതോ ഇല്ലേ? അതായത് സഭയും ലോകവും തമ്മിലുള്ള മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജോൺ സ്റ്റോട്ട് പറഞ്ഞല്ലോ, ചർച്ച് ഹാസ് ബിക്കം ജസ്റ്റ് അനദർ വേർഷൻ ഓഫ് ദ വേൾഡ്. സഭ എന്ന് പറയുന്നത് ലോകത്തിന്റെ മറ്റൊരു പതിപ്പായിട്ട് തിരിച്ചറിയാൻ വയ്യ. എന്താ വ്യത്യാസം? ഒരു സഭാവിശ്വാസിയും ഒരു ഹൈന്ദവ വിശ്വാസിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട്? ഒരു രാഷ്ട്രീയക്കാരനും ഒരു സഭയിലെ ഒരു വ്യക്തിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട്? അവന്റെ ബിസിനസ്സിലും അവന്റെ ജീവിത രീതിയിലും അത് നോക്കിയിട്ട് ഇവൻ വിശ്വാസിയാണ് ഇവൻ അവിശ്വാസിയാണെന്ന് പറയത്തക്ക രീതിയിലുള്ള മതിൽ എവിടെയാണ്? ഓരോ കാര്യങ്ങളും അത് എല്ലാ രീതിയിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, ലോകത്തിന്റെ സകല പ്രവൃത്തിയും സഭയിലുമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുർനടപ്പ്, അശുദ്ധി എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ സാധാരണ നമ്മളങ്ങ് വായിച്ച് വിട്ടുപോവുകയാണ്. അത് വായിച്ച് വിട്ട് അത് എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് ഒരാളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോയിട്ട് ഒരു മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം, 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ വക പ്രവർത്തിക്കുന്നവർ, ഈ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഏത് കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു. അതായത് ദൈവരാജ്യത്തിൽ പോകാൻ ഒരു കാരണവശാലും നമുക്ക് നമ്മളെ അനുവദിക്കാത്ത നിലയിൽ ഉള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ, അതിൽ എന്ത് ചെയ്തിട്ടും ഇന്ന് നമുക്ക് സഭയിൽ വരാനോ ആരാധിക്കാനോ തിരുവത്താഴം എടുക്കാനോ, ഇച്ചിരൂടെ കൂട്ടി പറഞ്ഞാൽ തിരുവത്താഴം കൊടുക്കാനോ ഇന്ന് നമുക്ക് മടിയില്ല. കാര്യം മതിലില്ല. ഇതിലേതാ ശരി ഏതാ തെറ്റെന്ന് ആരോടാ പറയുന്നത്? ആരാണ് ചോദിക്കുന്നത്? ആ ജഡത്തിന്റെ പ്രവൃത്തികൾ ഞാൻ അതിൻ്റെ പാരഫ്രൈസ് വേർഷൻ ഒന്ന് വായിക്കാം. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചു വിട്ടാണല്ലോ വായിക്കുന്നത്. കാര്യം അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള നിലയിലാണ്. അതിൽ ഓരോന്ന് ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇതിൽ ഏത് ചെയ്താലും നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ചിലപ്പം പറയും. വ്യഭിചാരം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഇതൊക്കെ ചെയ്താലും എവിടെ പോകത്തില്ലെന്നാണ് പറയുന്നത്. അല്ലാതെ കള്ളു കുടിക്കുന്നത് തന്നെ ഇന്ന് പ്രശ്നമല്ലാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് പ്രശ്നമല്ലാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പാളിച്ച ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. പക, പിണക്കം, അസൂയ, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, all these things, when you follow your own wrong inclinations, your lives will produce these evil results എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, impure thoughts, നമ്മൾ അവിടെ ആദ്യം പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ, impure thoughts, eagerness for lustful pleasures, idolatry, spiritism, that is encouraging the activity of demons, hatred and fighting, jealousy and anger, and constant effort to get the best for yourself. സ്വാർത്ഥത എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. കോൺസ്റ്റന്റ് എഫേർട്ട് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് എന്താ ആഗ്രഹം? എപ്പോഴും ഏറ്റവും മെച്ചമായത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിനെ വിളിക്കുന്ന വാക്കാണ് കോമ്പറ്റിറ്റീവ്നെസ്. നമ്മളെല്ലാത്തിനും നല്ല നല്ല പേര് കണ്ടെത്തിയിട്ടുണ്ട്. അവൻ വളരെ കോമ്പറ്റിറ്റീവ് ആണ് കേട്ടോ, അല്ലേ? നമ്മുടെ പിള്ളേരെ വളരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണം. നമ്മുടെ ഒരു മത്സരമുള്ള അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഹീ സ്മാർട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മളെല്ലാത്തിനും സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹീ ഈസ് സോ സ്മാർട്ട്. ഒറ്റ ഒരുത്തനെ അവൻ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അവൻ്റെ മുകളിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഹീ ഈസ് സോ സ്മാർട്ട്. പക്ഷെ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് എഫേർട്ട് ടു
അത് എഴുതിയിരിക്കുന്ന കംപ്ലൈൻസ് ആൻഡ് ക്രിറ്റിസിസംസ്, the feeling that everyone else is wrong except those who are in your own little group. അതാണ് എന്താണ് ദ്വന്ദ്വപക്ഷം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒരു പാരഫ്രൈസ്ഡ് ഇതാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിലുള്ളവരല്ലാതെ ആരെന്തോ പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയുന്ന അവസ്ഥ. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? എൻ്റെ കൂടെ നിൽക്കുന്നവൻ പറയുന്നതെല്ലാം ശരിയാണ് അല്ലേ? എൻ്റെ കൂടെ നിൽക്കുന്നവൻ പറയുന്നതെല്ലാം ശരിയാണ്. എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവൻ പറയുന്നത് എത്ര നല്ല കാര്യം പറഞ്ഞാലും അതെല്ലാം തെറ്റാണ്. സ്വർഗത്തിൽ പോകത്തില്ല. കാര്യം ഈ വക പ്രവർത്തിക്കുന്നവർ എവിടെ ചെല്ലത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഇവിടെയാണ് മതിൽ കെട്ടി, ഞാനിത് ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഇവിടെയാണ് ശരിക്കും മതിൽ ആവശ്യമായിരിക്കുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വേർതിരിവ് സഭയിൽ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ലിസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പേ നമുക്കറിയാം, നമ്മളൊരു മതിൽ കെട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പുറത്തായിരിക്കും, അപ്പുറത്തെ നിൽക്കത്തുള്ളൂ. പക്ഷെ സഭ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറെ ആൾ കൂടുമോ എന്ന് ചോദിക്കുന്നത്. എന്തിനിങ്ങനെ ആൾ കൂടുന്നത്? ആത്മീയമില്ലാത്ത ആളുകൾ എത്ര കൂടിയിട്ട് എന്തെടുക്കാനാ, എന്ത് ചെയ്യാനാണ്? ദൈവികത എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആളുകൾ 10,000 ഉണ്ടായിട്ട് എന്തെടുക്കാനാ? 30,000-ൽ കൂടുതൽ 32,000 ആളുകളെ കൊണ്ട് ഗിദെയോൻ ചെന്നിട്ട് ദൈവം എത്ര പേരെ തിരഞ്ഞെടുത്തത്? 300 പേരെയാ തിരഞ്ഞെടുത്തത്. 1% ആണ്. 1%. ദൈവത്തിന് പ്രവർത്തിക്കാൻ അത്രയും മതി. ആള് കൂടുതൽ വരുന്നതിനകത്ത് എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ആള് കൂടാൻ വേണ്ടി ഞാൻ മതിൽ പൊളിച്ചു കൊടുക്കുന്നത് ശരിയാകത്തില്ല. ഈ മതിലിനകത്ത് കയറി നിൽക്കാൻ തയ്യാറുള്ളവൻ 10,000 വന്നാലും 25,000 വന്നാലും നല്ല കാര്യം. പക്ഷേ ആള് കൂടാൻ വേണ്ടി മതിൽ പൊളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സഭ അപമാനത്തിലേക്ക് മാറുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പ്രവൃത്തികളിൽ ഒരു വ്യതിയാനം, അനാത്മികനായ ഒരു വ്യക്തിയും ആത്മികനായ ഒരു വ്യക്തിയും തിരിച്ചറിയാൻ അവരുടെ പ്രവൃത്തികളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയണം. ഇവൻ ആത്മികൻ, അവൻ അനാത്മികൻ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ജീവിത രീതിയിൽ ഒരു മതിൽക്കെട്ട് വേണം. നമ്മളുടെ മറ്റുള്ള ജനങ്ങൾ കാണിക്കുന്ന അതെല്ലാം ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ലോകത്തെ നമ്മൾ മതിലിന് പുറത്ത് നിർത്തണം. അധികാര വടംവലി സഭയ്ക്കുള്ളിലേക്ക് വരാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ എന്താണ്? അറപ്പാണ്. ദൈവം അത് കാണുമ്പോഴത്തേക്ക് അവന് സഹിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജാണ്, അറപ്പാകുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഈ കസേരയുടെ വടംവലിയൊക്കെ ഉണ്ടല്ലോ, ദൈവം ഇത് കാണുമ്പോൾ മലം കാണുന്നത് പോലെയാണ് ദൈവം നോക്കുന്നത്. അതാണ് അറപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കർത്താവ് അവനെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന രാത്രിയിൽ അവൻ എന്ത് ചെയ്യാണ്? അവൻ ആളുകളുടെ മുമ്പാകെ ചെന്നിട്ട് അവിടെ എല്ലാവരും ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് കസേരയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ ചെന്ന് ഒരു തോർത്തെടുത്ത് ഒരു ബേസിനും എടുത്ത് അവരുടെ കാല് കഴുകാൻ തുടങ്ങുകയാണ്. ആത്മികൻ വഴക്കുണ്ടാക്കി പിടിച്ചെടുക്കുന്നത് കസേരയല്ല, ആത്മികൻ വഴക്കുണ്ടാക്കി പിടിച്ചെടുക്കുന്നത് ഒരു ടവല. എന്തിനാണെന്നറിയാമോ? മറ്റൊരാളുടെ കാല് കഴുകാൻ. ഞങ്ങളുടെ മിഷന്റെ ലീഡർഷിപ്പിലുള്ള ജെയിംസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നോ അത്രയും പേരുടെ ലീഡറാണ് നിങ്ങൾ. നിങ്ങളെ എത്ര പേർ സേവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നുവോ അത്രയും പേരുടെ നേതാവാണ് നിങ്ങൾ. ലോകത്തിന്റെ സിസ്റ്റം അതല്ല. ലോകത്തിന്റെ സിസ്റ്റം നിങ്ങളെ എത്ര പേർ സേവിക്കുന്നുണ്ടോ അത്രയും പേരുടെ നേതാവാണ് നിങ്ങൾ, അല്ലേ? എന്നെ സേവിക്കാനായിട്ട് ഇത്രയും ആളുകളുണ്ട്, എൻ്റെ പിന്നാലെ നടക്കാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ, അത്രയും പേരുടെ നേതാവാണ് ലോകത്തിലുള്ളത്. പക്ഷെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിലെ പോലെ അല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വി ആർ ഡിഫറെന്റ്. നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കണം. ഒരു മതിൽ കെട്ടിയിട്ട് അത് ലൗകികമാണ് മോനെ, ഈ അധികാര വടംവലി ലൗകികമാണ്, അത് ദൈവികമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മത്സര ബുദ്ധിയോടുകൂടെയുള്ള നിന്റെ ഈ പഠിത്തമുണ്ടല്ലോ, അത് ദൈവികമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം.
ആരുടെ തലേ കയറി നിന്നാലും നിന്റെ തല മോളിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതി ദൈവികമല്ല, ലൗകികമാണെന്ന് വ്യത്യാസപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. സഭയിൽ അത് പഠിപ്പിക്കണം. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ആത്മികരായി ജീവിക്കുവാൻ, കോമ്പറ്റീറ്റീവ് വേൾഡിൽ കോമ്പറ്റീറ്റീവായിട്ട് ജീവിക്കാനല്ല. ഞാൻ പല സ്ഥലങ്ങളിലും ബൈബിൾ ക്ലാസ്സുകൾ എടുത്തിട്ട് ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പം കൊച്ചമ്മമാരൊക്കെ വന്ന്, മെട്രോ സിറ്റീസിലൊക്കെയാണ് വന്ന് പറയും, ബ്രദർ വാട്ട് ഈസ് ദാറ്റ് ഈസ് ബിബ്ലിക്കൽ. പറഞ്ഞതൊക്കെ വളരെ വേദോസപ്രകാരം സത്യമാണ്, പക്ഷേ വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ഈ മത്സരമുള്ള ഈ ജനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയില്ലെങ്കിൽ അവരെല്ലാം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? നിങ്ങൾ ഈ പറയുന്ന ആത്മീയത്തിൽ അവരെ വളർത്തിക്കഴിഞ്ഞാൽ എന്താണ് അവരെന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകും. ഞാനോട് പറയാനുള്ള കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റുള്ളവരോടൊന്നുമല്ല. കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയ ഒറ്റ ഒരുത്തനും ഇന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാൻ പോലും ഇല്ലല്ലോ. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ, റൈറ്റ്? അവരെ ആത്മീകരായി വളർത്തുക, അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി വളർത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായി വളർത്തുക, ദൈവികമായ മൂല്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ ചിന്താഗതികളിൽ എല്ലാ രീതിയിലും ലോകത്തെ പടിക്ക് പുറത്ത് നിർത്താൻ മതിൽ പണിയേണ്ടത് ആവശ്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നെഹമ്യായ്ക്ക് ഈ 4 കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നമായിട്ട് തോന്നിയത് മതിലിടിഞ്ഞു കിടക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെഹമ്യ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പരിശ്രമിക്കുന്നത്? മതിൽ പണിയാൻ. ഇന്നും സഭയുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സഭയ്ക്കും ലോകത്തിനും മധ്യത്തിൽ ഒരു മതിൽ പണിതിട്ട്, കുഞ്ഞെ അത് അനാത്മികമാണ് എന്ന് സഭയിലും വീട്ടിലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളരുകയാണ് ആവശ്യം. ആത്മികം എന്താണ്, അനാത്മികം എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The world will hate you. എന്നാൽ നമ്മളെ ഇന്ന് ഒരു ലോകവും പകയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ലോകം പകയ്ക്കാത്തത്? ലോകത്തിന് വ്യത്യാസം ഉണ്ടായത് കൊണ്ടല്ല, നമുക്ക് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ലോകക്കാരായി പോയി എന്നുള്ളതാണ്. കാര്യം ലോകത്തിന് സ്വന്തക്കാരെ അല്ലാതെ വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് വേൾഡ്. അല്ലെങ്കിൽ അത് ലോകമല്ല. ലോകത്തിന്റെ സ്പെഷ്യാലിറ്റി ദാറ്റ് the world loves only people of the world. ആത്മീകരെ സ്നേഹിക്കാൻ തക്കവണ്ണുള്ള ആത്മീയമൊന്നും ലോകത്തിനുണ്ടായിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ വന്ന് നമ്മുടെ സഭായോഗത്തിന് കയറി വന്നിട്ട് പ്രൈസ് ലോർഡ് എന്ന് പറയുന്നത് അവന് വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് വ്യത്യാസം ഉണ്ടായത്. ഇത് കേട്ടോണ്ടിരിക്കാൻ നമ്മൾ അവൻ പ്രൈസ് ലോർഡ് പറയുമ്പോൾ നമ്മളും പ്രൈസ് ലോർഡ് പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവരോട് കയറി വന്നിരിക്കുന്നത്. പിന്നെ വോട്ടും വേണം, അല്ലാതെ എന്താ വേറെ കാര്യമൊന്നുമില്ല. അവർക്ക് വ്യത്യാസം ഉണ്ടായിട്ടാണോ? ഒരു വ്യത്യാസം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ആ ഉപദേശം എന്താണ്? ലോകത്തോടുള്ള ഒരു വേർപാട് സൂക്ഷിക്കാൻ, മതിൽ പണിയാനായിട്ടുള്ള ആ ഒരു ഉപദേശം നമ്മൾ തിരിച്ചറിയണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്ന് പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റമാണ്, ദൈവത്തിന്റെ സിസ്റ്റമല്ല. എന്നെ എവിടെ കൊണ്ടിട്ടാലും യു ആർ ഇൻ റോം, ആക്ട് ആസ് ഇഫ് യു ആർ എ റോമൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ റോമിൽ ചെന്നാലും, ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും യേശു അവിടെ എന്ത് ചെയ്യുമായിരുന്നോ അങ്ങനെ ജീവിക്കാനാ, അത് ചെയ്യാനാ എന്നെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ അവിടുത്തുകാരൻ ചെയ്യുന്നത് പോലെ ജീവിക്കാനല്ല. കോട്ടയംകാരൻ എന്ത് ചെയ്യുന്നു അത് ചെയ്യാനല്ല നിങ്ങളെ കോട്ടയത്താക്കിയിരിക്കുന്നത്. കോട്ടയത്ത് യേശു ഉണ്ടായിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ എന്താക്കിയിരിക്കുന്നത്, നമ്മളെ അവൻ അംബാസഡർ ആക്കിയിരിക്കുകയാണ്. ഞാൻ മധ്യപ്രദേശിൽ പോയാൽ മധ്യപ്രദേശിൽ യേശു ജീവിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒറീസയിൽ പോയി കഴിഞ്ഞാൽ പാസ്റ്റർ തോമസ് ഒറീസിനെ റൈക്കിയയിലാക്കിയിരിക്കുന്നത് അവിടുത്തെ കൊന്തമാലിലെ ആദിവാസികൾ എങ്ങനെ ജീവിക്കുമോ അവരെ പോലെ ഭക്ഷണം കഴിക്കുന്നൊന്നും പ്രശ്നമില്ല, പക്ഷേ അവരെ പോലെ ഉള്ള ആത്മീയത സൂക്ഷിക്കാനല്ല അദ്ദേഹത്തെ അവിടെ ആക്കിയിരിക്കുന്നത്. ഇതിനാണ് അവരുടെ മധ്യത്തിൽ യേശു ജീവിച്ചാൽ എങ്ങനെ ജീവിക്കുമായിരുന്നോ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ്. ഏത് മിഷണറിയെയും ഏത് ജോലിക്കാരനെയും ഏത് വീട്ടമ്മയെയും ദൈവം ആക്കിയിരിക്കുന്നത് അവരുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ യേശു ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കുമോ അങ്ങനെ ജീവിക്കാനാക്കിയിരിക്കുന്നത്. അതാണ് ലോകത്തിൽ നിന്നുള്ള കൃത്യമായ വേർപാട്. യേശുവിന്റെ വഴി ഒരിക്കലും ഒത്തുതീർപ്പിന്റെ വഴിയല്ല. മറ്റുള്ളവരോട് ഒരു ഒത്തുതീർപ്പിനും പോകുന്ന ആളല്ല യേശു. കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പീഡനവും ഉണ്ടാകത്തില്ലായിരുന്നു. എന്നോട് കൈരളി പീപ്പിളിൽ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് ഷോയിൽ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അവർ ചോദിച്ചു നിങ്ങൾ എന്തിനെ കൺവേർട്ട് ചെയ്യുന്നത്, വൈ യു ആർ കൺവേർട്ടിങ് പീപ്പിൾ? ഞാൻ പറഞ്ഞു, കൺവേർഷൻ എന്ന് പറയുന്നത് കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. കൺവിക്ഷൻ ഇല്ലാത്തവൻ ആരെയും കൺവേർട്ട് ചെയ്യാൻ പോകത്തില്ല. കൺവിക്ഷൻ ഇല്ലെങ്കിൽ ആരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പോകും. ഞാൻ എന്തുകൊണ്ടാണ് യേശു മാത്രമാണ് സത്യം എന്ന് പറയുന്നത്? ചില സത്യങ്ങൾ എക്സ്ക്ലൂസീവാണ്. 4-3-7 ആണെന്നുള്ളത് എനിക്കറിയാം.
ഒരുത്തൻ വന്നിട്ട് 4 4 7 പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. സമ്മതിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും. എന്നാൽ വഴക്കുണ്ടാകത്തില്ല. 4 3 7 ആണ്, 4 3 8 ആകാം, ഇനി 4 3 6 ആണെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നവനോട് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ പോകുമോ? ഇല്ല. എപ്പോഴാണ് വഴക്കുണ്ടാകുന്നത്? 4 3 7 എന്നുള്ള സത്യം അത് മാത്രം സത്യമാണെന്ന് ഞാൻ പറയുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ട്രൂത്ത്സ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. വേദപുസ്തകത്തിൽ ചില ട്രൂത്ത്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തതാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തുണ്ടാകത്തില്ല, പീഡനം ഉണ്ടാകത്തില്ല. എന്നാൽ എന്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പീഡനം ഉണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക്? കാര്യം അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാഞ്ഞതുകൊണ്ടാണ്, അല്ലേ? ഇന്നും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറ നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ആവശ്യമായിരിക്കുന്ന ഒരു മതിൽ കെട്ടി ലോകത്തെ സഭയ്ക്ക് പുറത്ത് നിർത്തണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ലോകത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ക്രിസ്ത്യാനികളോടുള്ള ആദ്യത്തെ സന്ദേശം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പത്രോസ് ആദ്യമായിട്ട് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് സ്നാനമേറ്റ 3000 പേരോട് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. ഫസ്റ്റ് മെസ്സേജ് ആണ്. എന്താണ്? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളുവിൻ. സേവ് യുവർ സെൽഫ്. അവിടെ പറയുന്നത് പാപത്തിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിച്ചു, കാര്യം ശരിയാണ്. പക്ഷെ ലോകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നാണ്. അതായത് അതൊരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്നാണ് പറയുന്നത്. പാപത്തിൽ നിന്ന് നമ്മളെ കർത്താവ് രക്ഷിച്ചു, പക്ഷെ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനായിട്ടുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാ. ലോകം നമുക്കെതിരാണെന്നുള്ളതിനൊരു സംശയമില്ല. എന്ന് തന്നെയല്ല, ലോകം എതിരായിരിക്കുകയും വേണം. അത്തനേഷ്യസ് എന്ന് പറയുന്ന ദൈവദാസനെ പീഡിപ്പിച്ച് കൊല്ലുവാനായിട്ട് 2nd സെഞ്ചുറിയിലെ ഒരു സെയിന്റ് ആണ്. അദ്ദേഹത്തെ പീഡിപ്പിച്ച് കൊല്ലാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ കിങ് പറഞ്ഞു, അത്തനേഷ്യസ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകം മുഴുവൻ നിനക്കെതിരാണ്. ദ ഹോൾ വേൾഡ് ഈസ് അഗൻസ്റ്റ് യു. അത്തനേഷ്യസ് പറഞ്ഞു, രാജാവേ, അത്തനേഷ്യസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ലോകത്തോട് അത്തനേഷ്യസും എതിരാണ്. ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് പറഞ്ഞപ്പോൾ അത്തനേഷ്യസ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം? യെസ്, ഐ നോ, ആൻഡ് അത്തനേഷ്യസ് ഈസ് അഗൻസ്റ്റ് ദ വേൾഡ് ടു. അത്തനേഷ്യസും ലോകത്തിന് എതിരാണെന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക. നമ്മളുടെ പ്രശ്നം, നമ്മൾ ഇന്ന് ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളവിടെ അവിടുത്തെ ഓരോ ഭാഗങ്ങളിലും ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾക്ക് 1 ഗ്ലാസ് പാല്, ഒരു ചായ എടുക്കണമെങ്കിൽ പല കോമ്പിനേഷൻ ഉണ്ട്. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും എടുക്കാം. 3/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് പാലും എടുക്കാം. അല്ലെങ്കിൽ 3/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും എടുക്കാം. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുൾ ഗ്ലാസ് പാലെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ഇടാം. എത്രത്തോളം വെള്ളം ചേരുന്നോ അതനുസരിച്ച് പാലിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം പാല് കൂടുന്നോ അതനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നതുപോലെ ദൈവസ്നേഹവും ലോകസ്നേഹവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നിങ്ങളിൽ എത്രത്തോളം ലോകസ്നേഹം കയറുന്നോ അത്രത്തോളം നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്നത് കളങ്കമില്ലാത്ത ദൈവസ്നേഹമാണ്. അതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ലോകത്തെ മതിൽ കെട്ടി പുറത്തു നിർത്തിയേ പറ്റുകയുള്ളൂ. ലോകത്തെ സ്നേഹിക്കുന്നവനെ കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, അതിന്റെ 4-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? വ്യഭിചാരിണിയായുള്ളോരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ പറഞ്ഞിരിക്കുന്ന അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചേഴ്സ്. അവിടെ വ്യഭിചാരം ചെയ്യുന്നവെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വേറൊരു അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മണവാട്ടിയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കെ, നിങ്ങളുടെ ഭർത്താവ് ദൈവമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചർ അല്ലെങ്കിൽ വ്യഭിചാരിണിയായുള്ളവരെ എന്ന് യാക്കോബ് വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? വെൻ യു ലവ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ സ്വന്തം ഭർത്താവ് ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നിട്ട് ഭർത്താവുള്ള ഒരു സ്ത്രീ മറ്റൊരു ജാരനെ സ്നേഹിക്കുന്നത് പോലെയാണ് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തെ പടിക്ക് പുറത്ത് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ.
അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ എന്തിൽ ആനന്ദിക്കുന്നുവോ അതിൽ ദുഃഖിക്കുവാനും, ഇപ്പോൾ നിങ്ങൾ എന്തിൽ വിഷാദിക്കുന്നുവോ അതിൽ സന്തോഷിക്കുവാനും കഴിയട്ടെ എന്നാണ്. ഇന്ന് നിങ്ങൾ ലോകത്തിൽ സന്തോഷിക്കുന്നെങ്കിൽ അത് ഓർത്ത് നിങ്ങൾ കരയാനാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഈ ലോകത്തെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾ ദുഃഖിച്ച് കരയുവിൻ. നിങ്ങൾ ശത്രുപക്ഷം ചേർന്നതോർത്ത് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങൾ എന്തിൽ സന്തോഷിച്ചിരുന്നോ അത് നിങ്ങളുടെ ദുഃഖമാകണം. നിങ്ങൾ എന്തിൽ ദുഃഖിച്ചിരുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ വിഷാദപ്പെട്ടിരുന്നുവോ അത് നിങ്ങളുടെ സന്തോഷമായി തീരണം. അതാണ് ഒരുവൻ ലോകത്തിന്റെ പാളയത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം. നമ്മൾ ഇന്നലെ വരെ സന്തോഷിച്ചിരുന്ന കാര്യം നമുക്ക് ഇന്ന് സന്തോഷം തരുന്നില്ല. ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. കാര്യം നമ്മുടെ ജീവിതം നമ്മൾ മറ്റൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ യേശുവിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ലോകം എവിടെയായിരിക്കണം? പടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം. നാലാമതായിട്ട്, വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു. ഒന്നാമത് പറഞ്ഞ എന്താണ്? സഭ മഹാകഷ്ടത്തിലായിരിക്കുന്നു. കാരണം ഒരു കോൺസുലേറ്റ് എന്നതുപോലെ സ്വർഗത്തിന്റെ ചെറുപതിപ്പായി ജീവിക്കുവാൻ ഭൂമിയിലാക്കിയതായ സഭ ഇന്ന് സ്വർഗത്തിന് പകരം ലോകത്തിന്റെ തന്നെ വികൃതമായ ഒരു അനുകരണമായി മാറിയിരിക്കുന്നത് കൊണ്ട് സഭ മഹാ കഷ്ടത്തിലാണ്. രണ്ട്, പറയുന്നത് പ്രവർത്തിക്കാതെ ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്ന, ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയുകയും ദൈവത്തിന് നിരക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ കണ്ട് ലോകം അപമാനിക്കുകയാണ്. ഇതാന്നോടാ പെന്തക്കോസ് എന്ന് ചോദിക്കുന്ന സ്റ്റേജിൽ അപമാനിക്കപ്പെടുന്നതായ സഭ. മൂന്നാമത്, ലോകവും ദൈവസഭയും തമ്മിലുള്ള അതിരുകളെ നിർണയിക്കാൻ പരാജയപ്പെടുന്നതായ, എന്താണ് ലോകം എന്താണ് സഭ എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയാത്ത നിലയിൽ ലോകം നമ്മളിലെ അതിക്രമിച്ച് കടന്നിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ സഭ ഒരു ശോചനീയമായ കാര്യത്തിലാണ്. അടുത്തതെന്നറിയാമോ? സഭയുടെ വാതിൽ ഇപ്പോൾ ശത്രുവിന്റെ കയ്യിലാണ്. വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു. മതിലിടിഞ്ഞത് ചെറിയ ചെറിയ പ്രവൃത്തികൾ വളർന്നാണ്. മതിൽ ഒറ്റ ദിവസം കൊണ്ട് ഇടിയല്ല. എന്താണ്? കുറേശ്ശെ അങ്ങനെ ലോകം സഭയിലേക്ക് കടന്നത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പം സഭ ലോകത്തിലേക്ക് കയറിയതൊന്നുമല്ല. സഭ ലോകത്തിലേക്ക് എങ്ങനെ കയറിയത്? ഒരു കല്ലിടിച്ച്, 2 കല്ലിടിച്ച്, 3 കല്ലിടിച്ച് പതിയെയാണ് സഭ എന്ത് ചെയ്തത്? ലോകത്തിലേക്ക് കയറിയത്. എന്നാൽ വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നത് ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള ശത്രുവിന്റെ ബോധപൂർവമായ പ്രവൃത്തിയാണ്. കാര്യം വാതിലാണ് ആരകത്ത് പോകണം ആര് പുറത്തു പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്ഥലമാണ്. അത് കൈയടക്കി കഴിഞ്ഞാൽ ആരെയും അകത്ത് കയറ്റി വിടാൻ ശത്രുവിന് പ്രയാസമുണ്ടാകത്തില്ലെന്ന് അറിയാം. കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാന ശക്തി ഇന്ന് ലോകം പിടിച്ചടക്കിയിരിക്കുകയാണ് സഭയിൽ. പരിശുദ്ധാത്മാവാണ് അത് നടത്തേണ്ടത്. പക്ഷെ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവല്ല. ആരാ നടത്തുന്നത്? ലൗകികമായിട്ടാണ് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ അല്ല അതിനകത്തെ മനസ്സിൽ വരേണ്ടത്. നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. എന്ത് പറഞ്ഞാലും നമ്മളതിന് പേഴ്സണിഫൈ ചെയ്യാനായിട്ട് പരിശ്രമിക്കും, ഇല്ലേ? അതല്ല, സിസ്റ്റം, ദ ഹോൾ സിസ്റ്റം. അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മളുടെ തീരുമാനത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ആത്മീകതയ്ക്ക് പകരം, ദൈവികതയ്ക്ക് പകരം, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് പകരം ബുദ്ധിയും നമ്മുടെ ലൗകികമായി നമ്മൾ പഠിച്ച കാര്യങ്ങളും ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് തീരുമാനമെടുക്കുന്നു. അതാണ് വാസ്തവത്തിൽ വാതിൽ തീ വെച്ച് ചുട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത്. ആത്മീകമായ ഒരു നേതൃത്വം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ദൈവം പുരോഹിതന്മാരെ ആക്കി, രാജാക്കന്മാരെ ആക്കി. പുരോഹിതനും രാജാവിനും നിയന്ത്രിതമായ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പ്രവാചകന്മാരെ ആക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 കൂട്ടർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടിയാണ്. അവരെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായ ആളുകളാണ്. പുരോഹിതൻ മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്ന ആളാണ്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ അടുത്തോട്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നു, ഒരു ആത്മീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. മോനെ അത് ശരിയല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി, അത് അങ്ങേരെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ ആരും നോക്കത്തില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. കാര്യം അച്ഛൻ എന്ത് ചെയ്യത്തില്ല, ഇന്നാൾ എന്ത് ചെയ്യത്തില്ല, അനാത്മീകമായി എന്നോട്, അതായത് എൻ്റെ നന്മ ഒഴികെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു ദൈവപുരുഷനെ കാണാൻ എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഒരു പ്രതിസന്ധിയുടെ നേരത്ത് ഒരു തീരുമാനമെടുക്കാൻ ഒരു ആത്മീയനായ ഒരു വ്യക്തിക്ക് അതിനെ ഒന്ന് തിരിച്ചുവിടാനായിട്ട്, സ്പിരിച്വലായിട്ടൊന്ന് തിരിച്ചുവിടാൻ ശേഷിയുള്ള ആത്മീകരായ ഒരു നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്.
ഭരണനേതൃത്വമല്ല. ഭരണനേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം. കാര്യം അവർ ബുദ്ധിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ആത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടാകണം. ഏത് ലോക്കൽ സഭയിലും ഉണ്ടാകണം, എല്ലായിടത്തും ഉണ്ടാകണം. ആത്മാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരാൾ മാത്രമായിരിക്കണം നിർബന്ധമില്ല. പൗലോസ് കൊരിന്ത്യ സഭയിലെ ഓരോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നത് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ലോ ആണോ? ഒന്നുമല്ല. പൗലോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വം കൊണ്ടല്ല, ആത്മീയ നേതൃത്വത്തിൻ്റെ ആ ആത്മാവിൻ്റെ ആ അധികാരം കൊണ്ടാണ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ ലീഡർഷിപ്പ്. അതുകൊണ്ട് ഒരു വ്യക്തി മാറി മറ്റൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതാ എപ്പോഴും പറയുന്നത്, അയാൾ ഭരിച്ചാൽ ശരിയാകത്തില്ല, നമുക്ക് വേറൊരാളെ ആക്കാം. അയാളെന്നല്ല, ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. കാര്യം വരുന്ന വ്യക്തികൾക്ക് അനുസരിച്ചല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ്? സിസ്റ്റമാണ്. കാര്യം ലൗകികമായി കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്നു. when we are driven by worldly standard, we are controlled by our enemy. നമ്മൾ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നെന്നാണ്. കാര്യം ലോകം നമ്മുടെ ശത്രുവാണ്. അവിടെയാണ് വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നെഹമ്യാവ് ഈ വിവരങ്ങൾ കേൾക്കുന്നു. അത് നമ്മളിവിടെ കാണുന്നത്. നെഹമ്യാവ് അത് കേട്ടു. എന്തിനു വേണ്ടി കേട്ടു? ഒരു സുഖത്തിന് വേണ്ടി കേട്ടതല്ല, ഒരു രസത്തിന് വേണ്ടി കേട്ടതല്ല, ഗോസിപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടതുമല്ല. നമ്മളും ഇന്ന് പല ആളുകളും കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ കേൾവി എങ്ങനെയുള്ളതായിരിക്കണം? പണ്ട് ബീർബലിന്റെ അടുത്ത് അക്ബർ ഒരു 3 പ്രതിമകളെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഡോൾസ്, ഒരേപോലെ ഇരിക്കുന്ന ഡോൾ, വിച്ച് വൺ ഈസ് ദ വൈസസ്റ്റ് ഡോൾ? ഇതിനകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഡോൾ ഏതാണെന്ന് ചോദിച്ചു. 3 ഡോളിനെ കണ്ടിട്ട് എങ്ങനെയാണ് അത് പറയുന്നത്? പക്ഷെ ബീർബൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ചെറിയ വളയുന്ന ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു ചെവി കൂടെ ഇട്ടു. ഒരെണ്ണത്തിൻ്റെ ഒരു ചെവി കൂടെ ഇട്ടപ്പോൾ അത് മറ്റേ ചെവി കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അതിനെ ബീർബൽ മാറ്റി വെച്ചു. എന്നിട്ട് മറ്റൊരു ഡോളിനെ എടുത്ത് കഴിഞ്ഞിട്ട് ചെവി കൂടി ഇട്ടപ്പോൾ അത് ഇതിൻ്റെ വായി കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നു. അതിനെ മാറ്റി വെച്ചു. മറ്റൊരെണ്ണത്തിൻ്റെ 3ാമത്തെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചെവി കൂടെ കയറിപ്പോയി, പക്ഷേ അതെങ്ങോട്ടും ഇറങ്ങിപ്പോയില്ല. പറഞ്ഞു, ഇതാണ് ദിസ് ഇസ് ദ വൈസസ്റ്റ് ഡോൾ. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്തിനാ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത്. എന്തിനാ 10 പേരോട് പറയുന്നത്? അതിനകത്തൊരു സുഖമുണ്ട്, അല്ലേ? ഗോസിപ്പ് പർപ്പസിന് വേണ്ടി കേൾക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഈ ടെലിഫോണിൽ കൂടെ കാര്യങ്ങൾ, നമ്മുടെ സഭയിലുള്ള ഓരോ കാര്യങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട്, ഒരു സഭയിൽ നമ്മുടെ സഭാരാധന കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നു. എന്തിനു വേണ്ടി പറയുന്നു? പറയുന്ന ഒരു സുഖമാണ്. അത് പറഞ്ഞില്ലേ നമുക്ക് ഉറക്കം വരത്തില്ല. അതിനുവേണ്ടി കേൾക്കുകയല്ല. നെഹമ്യാവ് കേട്ടത് ഗോസിപ്പ് പർപ്പസിന് വേണ്ടിയല്ല. യെരൂശലേമിനെ കുറിച്ചുള്ള വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ നെഞ്ചിലൊരു തീ കയറുക. അവനൊരു ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റിലും അല്ല കേട്ടത്. ജേർണലിസ്റ്റുകൾക്ക് ആകെപ്പാടെ ഒരു വാർത്ത ഉണ്ടാക്കണമെന്നുള്ളതേ ഉള്ളൂ. അവന് കാര്യങ്ങൾ നന്നാകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ച ഒരു തമാശയുണ്ട്. ഒരിക്കൽ ഒരു ഫ്ലൈറ്റ്, ഒരു പ്രൈവറ്റ് പ്ലെയിൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓടിച്ചുകൊണ്ട് പോകുക. വൈഫിന് പ്ലെയിൻ ഓടിക്കാനൊന്നും അറിയത്തില്ല. ഹസ്ബൻഡ് അവിടെ ആകാശത്തായിരുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, പുള്ളി മരിച്ചുപോയി. അപ്പോൾ ഇവർ കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഈ കൺട്രോൾ റൂമിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ആദ്യമായിട്ട് അവർ പ്ലെയിൻ ഇവർക്ക് ഓടിക്കാൻ അറിയത്തില്ല. അപ്പം ചിന്തിച്ച് തീർന്നു, ഇത് തകർന്നു വീഴും. അപ്പോൾ ഇപ്പോൾ തകർന്നു വീഴുമെന്ന് വെച്ച് അപ്പോൾ തന്നെ പെട്ടെന്ന് ഇവരെന്ത് ചെയ്തു? ആൾക്കാരെ എല്ലാം വിളിച്ചറിയിച്ചു, ഇത് പ്ലെയിൻ ഇതുപോലെ ക്രാഷ് ആകാൻ പോകുകയാണ്. അപ്പോഴത്തേക്ക് പത്രക്കാരെല്ലാം വന്നു, TV ആൾക്കാരെല്ലാം വന്നു. പക്ഷേ ഈ കൺട്രോൾ റൂമിൽ നിന്ന് ഇതിൻ്റെ ഓരോ പാനലിലുള്ള ഓരോ നോബും എങ്ങനെ തിരിക്കണമെന്നൊക്കെ കൃത്യതയോടെ പറഞ്ഞു കൊടുത്ത് ഇവർ നന്നായിട്ട് കറക്റ്റായിട്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ കമൻറ്റ്, നല്ലൊരു പടം നഷ്ടപ്പെടുത്തി. ഇവൻ നോക്കുകയായിരുന്നു, ലൈവായിട്ട് പ്ലെയിൻ ക്രാഷ് ചെയ്യുന്ന ഒരു പടം എടുക്കാനുള്ള വലിയ ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? വളരെ ക്ലീനായിട്ടത് ലാൻഡ് ചെയ്തു. അപ്പോൾ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ? ഒരു പടം അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടാക്കാൻ ഒരു കാര്യം. ഇതുപോലെയായിരുന്നു സഭയിലെ പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിൽ വരുന്നത്. നെഹമ്യാ കേട്ടതുപോലെയല്ല. അടുത്ത ആഴ്ചയിലേക്ക് ഒരു വാർത്ത എന്താണ് എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ഇത് കേൾക്കുന്നതിനകത്ത് അർത്ഥമില്ല. ക്രിസ്തീയ പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഇന്ന് ഇത് വാർത്തയാണെന്ന് തന്നെയല്ല, അവർ വാർത്ത സൃഷ്ടിക്കാനും അവർക്ക് മടിയില്ല. ഈ ബൈബിൾ സൊസൈറ്റി അപ്പോക്രിഫ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാം മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഒരു പത്രത്തിലെ ഒരു പയ്യൻ നമ്മുടെ ഇവിടുത്തെ കടയിൽ വന്നിട്ട് സണ്ണിയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സണ്ണി പറഞ്ഞു, നിങ്ങൾ ഈ കിടന്ന് ചാടിയിട്ടൊന്നും അർത്ഥമില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച അവർ അപ്പോക്രിഫ അടിക്കാൻ പോകുകയാണ്. എന്നാൽ നമ്മുടെ പത്രപ്രവർത്തകൻ സഹോദരൻ പറഞ്ഞതെന്നറിയാം, അടിക്കേണ്ട സണ്ണിച്ചായ നമുക്കൊരു വാർത്തയോടെ ആയില്ലയോ ഒന്ന്. അപ്പോൾ ഇത്രയും നാൾ ഇവൻ എഴുതിയത് എന്തോ അർത്ഥത്തിലാണ്. അപ്പോൾ എഴുതിയത് എന്താണ്? അപ്പോക്രിഫയ്ക്കെതിരെ വലിയ വിരുദ്ധ സമരവും മറ്റേ മറിച്ചൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ പറയുന്നത്, ഇനി എഴുതണമെങ്കിൽ എന്ത് വേണം? ഇത് അടിച്ചെങ്കിലല്ല അടുത്ത അത് എഴുതാൻ പറ്റുള്ളൂ. ഒരു വാർത്ത ഉണ്ടാക്കാനോ എന്ന് ഈ ഒരു നിലയിലാണ്. എന്നാൽ നെഹമ്യാവ് എന്ത് ചെയ്യുന്നു? നെഹമ്യാവ് ഈ വാർത്ത കേൾക്കുന്ന ഒരു സുഖത്തിലല്ല ഇത് കേട്ടത്. അവൻ്റെ ഹൃദയത്തിൽ ഇതൊരു തീയാണ്.
അത് ദൂരെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ അവന് ചിന്തിക്കാമായിരുന്നു. കാര്യം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് യെരുശലേം. ഇതും ഇവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യെരുശലേമിൽ എന്ത് സംഭവിച്ചാലും നെഹമ്യായ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ജേർണലിസം ക്ലാസ്സിലെ മറ്റൊരു തമാശയുണ്ട്. ഒരു ദിവസം ഒരു പ്രൊഫസർ വന്നിട്ട്, വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞു, വിയറ്റ്നാം യുദ്ധത്തെക്കാൾ ദുഃഖകരമായ ഒരു കാര്യം, വേദനാജനകമായ ഒരു കാര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പം സ്റ്റുഡൻസ് എല്ലാം ചിന്തിച്ചു, എന്തോടാ ഈ വിയറ്റ്നാം യുദ്ധത്തെക്കാളും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം ഇയാളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചത്. ക്ലാസ് കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം ചിന്തിച്ചു, സാർ എന്തോ വിയറ്റ്നാം യുദ്ധത്തെക്കാൾ വലുതായിട്ട് വേദനാജനകമായിട്ട് താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ല, രാവിലെ എൻ്റെ കാലം തട്ടിയ കാര്യം പറയുമായിരുന്നു. വിയറ്റ്നാം യുദ്ധം അങ്ങ് ദൂരെ നടക്കുന്ന കാര്യം, പക്ഷെ കാല് തട്ടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വേദന ഉണ്ടാകുന്നത്. കാര്യം എനിക്കെന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോഴേ എനിക്ക് എന്തുണ്ടാകുന്നുള്ളൂ? വേദന ഉണ്ടാകത്തുള്ളൂ. റൈറ്റ്? ശരിയല്ലേ? നെഹമ്യാ ദൂരെയുള്ള കാര്യം അവന്റെ വേദനയായിട്ട് ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നു. യെരുശലേമിൽ നടക്കുന്ന കാര്യം, അവന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിൽ നടക്കുന്നതായ കാര്യം കേട്ടിട്ട് ഇവൻ എന്ത് ചെയ്യാണ്? അവിടെ എഴുതിയിരിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ വാക്യത്തില്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞു. എന്തെന്നാൽ അവൻ 4 കാര്യം അവിടെ പറയാണ്. അവൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, വിലപിച്ചു, മോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അവൻ ആദ്യത്തെ ഒരു രീതിയിൽ എന്താണ്? അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഹി വാസ് ക്രൈയിങ്. അത് പക്ഷെ ഒരു ചെറിയ രീതിയിലല്ല. എന്താണ്? ഇരുന്ന് കരഞ്ഞു. ഈ വേദനയുടെ ആധിക്യത്തിലാണ് നമ്മൾ സാധാരണ ഇരുന്ന് കരയാന്ന് പറയുന്നത്. നമ്മളിപ്പം ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് എന്നോട് പറയാണെന്ന് വിളിച്ചു, എൻ്റെ അപ്പൻ മരിച്ചു പോയ കാര്യം പറയാണ്. എൻ്റെ അപ്പൻ മരിച്ചു പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ ശരിക്കും എനിക്ക് നിൽക്കാൻ വയ്യാത്തൊരു സ്റ്റേജ്, നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു സ്റ്റേജ് വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? എവിടെയാണെങ്കിലും ഞാൻ അവിടെ എന്ത് ചെയ്തു പോകും? എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഇരിക്കുകയാണ്. അതുപോലെ ഒരു സ്റ്റേജിലേക്ക് വന്നെന്നാണ് പറയുന്നത്. അതായത് യെരുശലേമിന്റെ അല്ലെങ്കിൽ ആ ഇസ്രായേൽ ജനം, യഹൂദന്മാരായ പ്രവാസം തെറ്റിയൊഴിഞ്ഞു പോയതായ ജനം മഹാകഷ്ടത്തിലാണ്. അവർ അപമാനിതരായിരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, പട്ടണത്തിന്റെ വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നു എന്ന് കേട്ട സമയത്ത് അത് വിദൂരത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല. അവൻ എന്ത് ചെയ്യാണ്? അവന്റെ സ്വന്തം കാര്യമായിട്ട് അനുഭവിച്ച് അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, വിലപിച്ചു. അടുത്തറിയാമോ? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആദ്യത്തെ അനുഭവം നാച്ചുറലായിട്ട് ആർക്കും ഉണ്ടാകുന്ന കാര്യം. ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ആർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ദൈവത്തോട് സ്നേഹവും മറ്റുള്ള ആളുകൾക്ക് എപ്പോഴും സംഭവിക്കാൻ എന്തോരം കഷ്ടമാണ്, ഇല്ലേ? ഈ നമ്മുടെ സഭയുടെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, എന്തൊരു കഷ്ടമായി ഇന്ന് ഈ സഭ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകുന്നു? വേദന ഉണ്ടാകുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ യഥാസ്ഥാപനം ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളോട് ഒരു വ്യക്തി ദൈവികമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ദൈവികമായി, മാനുഷികമായി പ്രതികരിക്കുമ്പോഴല്ല. നമ്മുടെ സഭയിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോഴല്ല, പത്രമടിക്കുമ്പോഴല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ല. എപ്പോഴാണ്? ദൈവികമായി അതിനോട് പ്രതികരിക്കാൻ പഠിക്കുമ്പോഴാണ്. അവൻ വേദനയോടുകൂടെ ഇരുന്ന് കരഞ്ഞു. എന്തുകൊണ്ടാണ് കരഞ്ഞത്? അവനെന്തെങ്കിലും പറ്റുമെന്നുള്ള ഒരു പ്രയാസത്തിലല്ല. അവന്റെ ജനതയുടെ ദുഃഖം അവന്റെ ദുഃഖമായിട്ട് അവൻ ഏറ്റെടുത്തു. ആ ജനമാണ്, അല്ലാതെ ഇവന്റെ വിഷയമല്ല. യെരമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളും അതിന്റെ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ നമുക്ക് പെട്ടെന്ന് വായിക്കാം, സമയത്തിന്റെ പരിമിതി കൊണ്ട്. യെരമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 20-21. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിയുടെ രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച്. എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് മുറിവുണ്ടായില്ല, പക്ഷേ എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് ഇപ്പോൾ ആരുടെ മുറിവായി തീർന്നിരിക്കുന്നു? എൻ്റെ മുറിവായിരിക്കുന്നു. നമ്മുടെ സഭയുടെ ദുരന്തം എൻ്റെ ദുരന്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ സഭയുടെ പ്രതിസന്ധി എൻ്റെ പ്രതിസന്ധിയായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ തലമുറയുടെ നഷ്ടം എൻ്റെ നഷ്ടമായിട്ട് തിരഞ്ഞെടുക്കണം. നമ്മളിന്ന് തലമുറകൾക്ക് വേണ്ടി കരയും. എന്തിനാണെന്നറിയാമോ? എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ. അതല്ല, ഇവൻ നരകത്തിലോട്ട് കൂപ്പുകുത്തുകയാണല്ലോ എന്ന തിരിച്ചറിവിൽ കരഞ്ഞു വിലപിക്കാനായിട്ട് ഒരു തലമുറ ആവശ്യമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ സഭകളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ വന്ന് പറയുന്ന ആ പറച്ചിൽ മുഴുവൻ നിർത്തിയിട്ട് എന്താ ആവശ്യമെന്നറിയാമോ?
ഈ തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയായി പോകുന്നുവല്ലോ എന്നുള്ള വിലാപം. അത് എൻ്റെ കുഞ്ഞ് മാത്രമല്ല, ഏത് കുഞ്ഞും, എൻ്റെ സഭയിലെ ഏത് കുഞ്ഞും എൻ്റെ കുഞ്ഞ്. എൻ്റെ തലമുറയിലെ അല്ലെങ്കിൽ പെന്തിക്കോസിന്റെ അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറ, എനിക്ക് ദേ ആർ മൈ പീപ്പിൾ, ദേ ആർ മൈ ചിൽഡ്രൻ. അവർക്ക് വേണ്ടി, അവരുടെ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള വലിയ കരച്ചിലായി ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് കരഞ്ഞു നടക്കുന്നു. എന്നിട്ട് 9-ാം വാക്യത്തിൽ, അയ്യോ എൻ്റെ ജനത്തിൻ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കർത്താവിനോട് അവൻ പറയാണ്, കർത്താവേ, എനിക്ക് കരയാൻ പോലും കഴിയാത്ത നിലയിൽ എൻ്റെ കണ്ണിലെ കണ്ണീര് പറ്റിപ്പോയി. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തല മുഴുവൻ വെള്ളമായിരുന്നെങ്കിൽ, എൻ്റെ കണ്ണ് കണ്ണീരുറവയായിരുന്നുവെങ്കിൽ, ഈ തലമുറയ്ക്ക് വേണ്ടി നിരന്തരം കരഞ്ഞ് 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 അവരെ ദൈവികതയിലേക്ക് നയിക്കാൻ ഞാൻ പരിശ്രമിക്കുമായിരുന്ന പറയുന്നത്. അതുപോലെ ഏറ്റവും ആഴത്തിൽ ദൈവത്തോട് തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു കരച്ചിൽ, അതാണ് നെഹമ്യാ ഒന്നാമത് ചെയ്തത്. നെഹമ്യാ മതിൽ പണിയുകയല്ല ഒന്നാമത് ചെയ്തത്. നെഹമ്യാ ചെയ്തത് എന്താണ്? അവന്റെ തലമുറ അല്ലെങ്കിൽ അവന്റെ സഭ, അവന്റെ ജനങ്ങൾ, അവന്റെ ജനങ്ങളുടെ ദുരന്തം, അവന്റെ ജനങ്ങളുടെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ വിലപിച്ച് കരയുകയാണ് അവൻ ആദ്യം ചെയ്തത്. അത് ചെയ്യാതെ മതിൽ പണിയാനുള്ള അവകാശം വാസ്തവത്തിൽ നമുക്ക് ഇല്ല. മതിലിടിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നത് അറിയാമോ? എന്നാൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാം അതിനു വേണ്ടി, ഇല്ലേ? അതിനുവേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ സഭയുടെ ദുരന്തം കണ്ടിട്ട് ഇതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ഉടനെ ഒരു പുതിയ സംഘടനയോട് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ പറയാണ് നമ്മുടെ സഭ വളരെ അധികാര മോഹത്തിൽ കിടക്കുകയാണ്, അതുകൊണ്ട് ഇതിനെതിരായിട്ട് പോരാടാൻ നമുക്കൊരു സംഘടന ഉണ്ടാക്കാം, അതിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെ ആയിരിക്കട്ടെ. അതായത് അധികാരമോഹത്തിനെതിരായിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയാൽ അതിന്റെ പ്രസിഡന്റ് ആകാൻ അടികൂടുന്ന സഭയായി വന്നിരിക്കുക നമ്മുടെ സഭ. എന്താ ആവശ്യമായിരിക്കുന്നത്? ഈ ജനങ്ങളിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, പെന്തിക്കോസ് സമൂഹത്തിലേക്ക് വന്നിരിക്കുന്ന ഈ അപച്യുതിയുടെ അല്ലെങ്കിൽ എന്താണ് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റേജിൽ വിലപിച്ച് കരയുന്ന, ഇരുന്ന് കരയുന്ന, ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് കരയുന്ന കരച്ചിലിന്റെ ഒരു ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഗോസിപ്പ് നടത്തുന്ന, ചീത്ത വിളിക്കുന്ന പ്രവാചകനെ അല്ല ഇന്ന് ആവശ്യം, കരയുന്ന ഒരു പ്രവാചകനെയാണ് ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. വാട്ട് ഈസ് നീഡഡ് ഈസ് ക്രൈയിങ്. സഭയെ സ്നേഹിക്കുന്നവൻ സഭയുടെ ദുസ്ഥിതിയെ ഓർത്ത് കരയും. സഭയുടെ തകർച്ച പറ്റിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് കണ്ട് രസിക്കുകയല്ല, അതുകൊണ്ട് കരയാണ് ആവശ്യം. നമ്മൾ ഇന്ന് കഥ പറഞ്ഞ് രസിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, അയൽക്കാരൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്ന്. ഇന്നിപ്പം നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അതും കണ്ട് രസിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്നത്തെ പത്രപ്രവർത്തനം താണുപോയിരിക്കുകയാണ്. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് വി നീഡ് ടു ക്രൈ ബിഫോർ ദ ലോർഡ്. ബാബിലോണിൽ സമൃദ്ധിയിൽ കഴിയുന്നതായ ജനം യെരൂശലേമിന്റെ ദുസ്ഥിതിയെ ഓർത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്താണ്? സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവരവിടെ സ്തോത്ര പ്രാർത്ഥന നടത്തുകയല്ല, എൻ്റെ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചല്ലോ. ഇങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. കോട്ടയത്ത് നിന്ന് ഒരുത്തൻ ന്യൂയോർക്കിൽ പോകുന്നത് പോലെയാ ശരിക്കും പറഞ്ഞാൽ യെരൂശലേമിൽ നിന്ന് ഒരുത്തൻ ബാബിലോണിൽ പോകുന്നത്. അപ്പം നാച്ചുറലി എന്താ പറയേണ്ടത്? നമ്മുടെ ദുഃഖം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ജനത്തിന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാകുന്ന ഒരു സ്റ്റേജ്. ലോകത്തിന്റെയും സമൂഹത്തിന്റെയും മധ്യത്തിൽ മതിൽ കെട്ടുന്നതായ ഒരു സ്റ്റേജ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാ വളരെ സമൃദ്ധിയിൽ കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും യെരൂശലേമിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവൻ ഓടി ചെന്ന് ചോദിക്കുകയാണ്, ആ സംസ്ഥാനത്ത് കഷ്ടത്തിലായിരിക്കുന്ന ജനങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്, സഭയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഇന്നും അതൊരു പാഠമായിട്ട് നമുക്കിരിക്കുക. ഒന്ന്, അവർ മഹാകഷ്ടത്തിൽ. കാര്യം ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൻ്റെ ഒരു മിനി പതിപ്പായിരിക്കണമെന്നാണ്. നമ്മുടെ സഭയിലേക്ക് ഒരാൾ കയറി വന്നാൽ സ്വർഗത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ്. പറയുന്നത് പ്രവർത്തിക്കാത്തതായ ഒരു ജനമാണ് നമ്മളെങ്കിൽ തീർച്ചയായും നമ്മളൊരു പരാജയമാണ്. അതുകൊണ്ട് നമ്മുടെ അപമാനം, നമ്മുടെ കഷ്ടത, എന്താണ് കഷ്ടം? എല്ലാം നമുക്കിന്നുണ്ട്, പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ ഏറ്റവും നികൃഷ്ടമായ നിലയിൽ ജീവിച്ചിട്ടും നമ്മൾ വിളിച്ചു പറയുന്നത് എന്താണ്? ഞങ്ങൾ പെന്തിക്കോസുകാരാണ്. പെന്തിക്കോസ്ത് എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ, വിശുദ്ധമായി ജീവിക്കാൻ തയ്യാറാകാതെ പെന്തിക്കോസുകാരനാണെന്ന് പറയുന്നവൻ അയ്യോ കഷ്ടം. അതാണ് സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. മതിലിടിഞ്ഞു കിടക്കുക, ലോകവും സഭയും തമ്മിൽ വേർതിരിവില്ലാത്തൊരു സ്റ്റേജ് വന്നിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ കഴിയുമോ? ഇത് ലോകം, ഇത് സഭ, ഇതിനപ്പുറത്തുള്ളതെല്ലാം ലോകം.
അതിലേക്ക് നീ പോകരുത് എന്ന് പറയാൻ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ തലമുറ ലോകത്തിലേക്കും ലോകം നമ്മളിലേക്കും ഇറങ്ങിപ്പോയിരിക്കുന്നത് കണ്ടിട്ട് വേണം കരയാൻ. ഈ വസ്തുത കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമ്യാ ഇരുന്ന് കരഞ്ഞു. അവനെ ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു, എന്നിട്ടും അവൻ ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭ അതിൻ്റെ ദുസ്ഥിതിയെ ഓർത്ത് എൻ്റെ ജനത്തിൻ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം ഞാനും മുറിപ്പെട്ട് കരയുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് കരയുന്നു. ഞാൻ മുറിവേറ്റിട്ടല്ല, പക്ഷേ എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് ഞാൻ എൻ്റെ മുറിവായിട്ട് ഏറ്റെടുത്തിരിക്കുക. ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, അങ്ങനെ എൻ്റെ സഭയുടെ മുറിവ് ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സഭയുടെ ദുസ്ഥിതി ഓർത്ത് അത് പറഞ്ഞ് രസിക്കുന്നവനായിട്ടല്ല, പ്രത്യുത അതിനെ ഓർത്ത് കരയുവാൻ തക്കോണം എന്നെ സഹായിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എത്ര പേര് പറയും, കർത്താവേ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് എൻ്റെ മുറിവായിട്ട് ഞാൻ ഏറ്റെടുത്ത് എൻ്റെ ജനത്തിന് വേണ്ടി കരയും. എൻ്റെ തലമുറയെ ഞാൻ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഒരു വ്യഭിചാരിണിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലോകത്തെ ഞാൻ പടിക്ക് പുറത്ത് നിർത്തും. ദൈവസന്നിധിയിൽ അങ്ങനെ തീരുമാനമെടുക്കുന്നവര് കരങ്ങളെ ഉയർത്തി കർത്തനവർ, കർത്താവെ, ലോകത്തെ പുറത്ത് നിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും വരാതെ ഞാൻ ഇന്നലെ വരെ സന്തോഷിച്ച കാര്യങ്ങളിൽ നിന്ന് ദുഃഖിക്കുവാനും ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുവാനും എൻ്റെ ചിരി സന്തോഷമായും എൻ്റെ സന്തോഷം വിലാപമായും മാറുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ സന്തോഷിച്ച ഒരു ഭൂതകാലം എനിക്കുണ്ട്, പക്ഷെ ഇനി ഞാൻ സന്തോഷിക്കത്തില്ല. കാര്യം, ലോകം എൻ്റെ ശത്രുവാണ്. ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. കർത്താവേ, എൻ്റെ പ്രാണപ്രിയൻ നീയാണ്, നീ മാത്രം. ലോകം ഒരു ജാരനാണെന്നും, ഓ ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ലോകവുമായിട്ട് ബന്ധപ്പെടുകയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.